15 വർഷം മുൻപ്. അന്ന് ആകാശത്തിന് കരിപുരണ്ട ഒരു നിറമായിരുന്നു. മുറ്റത്തെ പേരമരത്തിൽ ചേക്കേറിയിരുന്ന കാക്കകൾ പോലും അസാധാരണമായി നിശബ്ദത പാലിച്ചു. 12 വയസ്സുകാരനായ ആനന്ദിന് മാത്രമൊന്നും മനസ്സിലായില്ല. വീടിനകത്ത് അച്ഛനും അമ്മയും വാതിലടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇടയ്ക്ക് അച്ഛൻ്റെ നേർത്ത തേങ്ങലുകൾ പുറത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. "അമ്മേ, എനിക്ക് വിശക്കുന്നു," അവൻ വാതിലിൽ തട്ടി വിളിച്ചു. മറുപടിയില്ല. അയൽപ്പക്കത്തെ വീടുകളിൽ നിന്നും ആളുകൾ എത്തിനോക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ കണ്ണുകളിൽ സഹതാപവും ഭയവും കൂടിക്കലർന്നിരുന്നു. സുരക്ഷാ ബാങ്കിന്റെ വെള്ള നിറത്തിലുള്ള ജീപ്പ് അപ്പോഴും വീടിന് മുന്നിലെ ഇടവഴിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നിറങ്ങിയ 2 പേർ അച്ഛനോട് എന്തോ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് രാവിലെ അവൻ കണ്ടതാണ്. ജപ്തി, പോലീസ്, നാണക്കേട് തുടങ്ങിയ വാക്കുകൾ അവന്റെ കുഞ്ഞു കാതുകളിൽ തട്ടിത്തെറിച്ചുപോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വീടിന്റെ അടഞ്ഞ ജനലിലൂടെ ഒരു ഓറഞ്ച് വെളിച്ചം പുറത്തേക്ക് ചിതറി. ഒപ്പം മനുഷ്യന്റെ തൊലി കരിയുന്ന രൂക്ഷമായ ഗന്ധവും. ആളുകളുടെ കൂട്ടച്ചിരി ഉയർന്നു. ആരോ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ആനന്ദിന്റെ ലോകം അവസാനിപ്പിച്ചു. അവന്റെ അച്ഛനും അമ്മയും ഒരൊറ്റ അഗ്നിഗോളമായി മാറിയിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്നു, വേദനയുടെ ആഴത്തിലും വേർപിരിയാൻ ആഗ്രഹിക്കാത്തതുപോലെ. ആ തീഗോളത്തിനുള്ളിൽ നിന്ന് ഉയർന്ന നേർത്ത ഒരു നിലവിളി അവന്റെ കാതുകളിൽ അലച്ചു. പിന്നെ എല്ലാം നിശബ്ദമായി. ആളുകൾ അവനെ പിടിച്ചുമാറ്റി. പോലീസുകാർ വന്നു. ആംബുലൻസിന്റെ സൈറൺ മുഴങ്ങി. കത്തിക്കരിഞ്ഞ ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് ആനന്ദ് ഒന്നേ കണ്ടുള്ളൂ. ഗേറ്റിനപ്പുറം നിർവികാരതയോടെ നിൽക്കുന്ന ബാങ്ക് മാനേജർ വർഗീസിന്റെ മുഖം. അയാളുടെ കണ്ണുകളിൽ സഹതാപത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. പകരം ഒരു ജോലി ഭംഗിയായി തീർത്തതിന്റെ തണുത്ത സംതൃപ്തി മാത്രം. ആ നിമിഷം ആനന്ദിന്റെ ഉള്ളിലെ കുട്ടി മരിച്ചു. അവിടെ പ്രതികാരത്തിന്റെ ഒരു കനൽ എരിയാൻ തുടങ്ങി. കാലം ആ കനലിനെ ഊതിക്കത്തിച്ച് ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റുമെന്ന് വർഗീസോ ലോകമോ അറിഞ്ഞിരുന്നില്ല. അധ്യായം 1. നിഴലിന്റെ മടക്കം. ഇന്ന് കൊച്ചി നഗരത്തിന്റെ തിരക്കിലേക്ക് ഒരു സാധാരണ ഡെലിവറി ബോയായി ആനന്ദ് വീണ്ടും എത്തുമ്പോൾ അവനെ ആരും തിരിച്ചറിഞ്ഞില്ല. പഴയ ആ 12കാരന്റെ നിഴൽ പോലും അവനിലുണ്ടായിരുന്നില്ല. വർഷങ്ങൾ അവനെ മാറ്റിമറിച്ചിരുന്നു. ഇന്ത്യൻ ആർമിയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ കഠിനമായ പരിശീലനം അവന്റെ ശരീരത്തെ ഒരു ആയുധമാക്കി മാറ്റിയിരുന്നു. അവന്റെ കണ്ണുകൾക്ക് ഇപ്പോൾ ഒരു പരുന്തിന്റെ കാർക്കശമായിരുന്നു. നിശബ്ദമായി നിരീക്ഷിക്കാനും ഇരുട്ടിൽ പതിയിരിക്കാനും അവൻ പഠിച്ചിരുന്നു. അവന്റെ ഇപ്പോഴത്തെ താമസം നഗരത്തിന്റെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ മുറിയിലായിരുന്നു. അവിടെ അവന്റെ പഴയ സാധനങ്ങൾക്കൊപ്പം ഒരേയൊരു നിധിയുണ്ടായിരുന്നു: അച്ഛന്റെ പഴയൊരു ഡയറി. പൊടിപിടിച്ച ആ താളുകളിൽ സുരക്ഷാ ബാങ്കിന്റെ ചതിയുടെ കഥ അക്കമിട്ടു കുറിച്ചിരുന്നു. യഥാർത്ഥ ലോൺ തുക അവർ വ്യാജമായി എഴുതിച്ചേർത്ത സംഖ്യകൾ, ഭീഷണിപ്പെടുത്തിയ തീയതികൾ, മാനേജർ വർഗീസിന്റെയും ലോൺ ഓഫീസർ മുരുകന്റെയും പേരുകൾ. ആ ഡയറിയായിരുന്നു അവന്റെ ഭഗവത്ഗീത, അവന്റെ പ്രതികാരത്തിന്റെ വേദപുസ്തകം. പകൽ സമയങ്ങളിൽ ക്വിക്ക് ഡെലിവറിയുടെ ചുവന്ന ടീഷർട്ടുമിട്ട് അവൻ നഗരത്തിലൂടെ ബൈക്കോടിച്ചു. ഓരോ കെട്ടിടവും ഓരോ തെരുവും അവൻ മനസ്സിൽ കുറിച്ചിട്ടു. എന്നാൽ അവന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നായിരുന്നു: തന്റെ ശത്രുക്കളെ പഠിക്കുക. അവരുടെ ജീവിതരീതി, അവരുടെ ബലഹീനതകൾ, അവരുടെ ഭയങ്ങൾ. അവന്റെ ലിസ്റ്റിലെ ആദ്യത്തെ പേര് അവന് വ്യക്തമായിരുന്നു: മുരുകൻ. അന്ന് ലോൺ ഓഫീസറായിരുന്ന വീട്ടിൽ കയറി അച്ഛനെയും അമ്മയെയും നാണം കെടുത്തിയ അതേ മുരുകൻ. അധ്യായം 2. ആദ്യത്തെ ഇര. മുരുകൻ ഇപ്പോൾ ഒരു ചെറിയ ബ്ലേഡ് കമ്പനി നടത്തുകയായിരുന്നു. സുരക്ഷാ ബാങ്കിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അയാൾ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ചു. പാവപ്പെട്ടവർക്ക് പണം കടം കൊടുത്ത് അതിന്റെ 10 ഇരട്ടി പലിശ ഈടാക്കി അയാൾ തടിച്ചു കൊടുത്തു. അയാളുടെ ഓഫീസ് ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. ആനന്ദ് ദിവസങ്ങളോളം അയാളെ നിരീക്ഷിച്ചു. അവന്റെ ബൈക്ക് പലപ്പോഴും മുരുകന്റെ ഓഫീസിന് താഴെയുള്ള ചായക്കടയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഒരു സാധാരണ ഡെലിവറി ബോയ് ആരും സംശയിച്ചില്ല. മുരുകൻ എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്ന് ആനന്ദ് മനഃപ്പാഠമാക്കി. മുരുകന്റെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് ആനന്ദ് മനസ്സിലാക്കി. അയാൾക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. ഓഫീസിൽ നിന്ന് രാത്രി വൈകി ഇറങ്ങുമ്പോൾ ഇടനാഴിയിലെ ലൈറ്റുകൾ ഓണാക്കിയാണ് അയാൾ നടന്നിരുന്നത്. പ്രതികാരത്തിനുള്ള സമയം കുറുകി വരുന്നത് ആനന്ദ് അറിഞ്ഞു. അവന്റെ സിരകളിലൂടെ രക്തം ഒരു ലഹരി പോലെ പതഞ്ഞൊഴുകി. അധ്യായം 3. വേട്ടയാടൽ ആരംഭിക്കുന്നു. ഒരു തിങ്കളാഴ്ച രാത്രി.
മുരുകൻ കണക്ക് പുസ്തകങ്ങൾ അടച്ചുവെച്ച് വിസ്കി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. പരിചയമില്ലാത്ത നമ്പർ. ഹലോ, അയാൾ അലസമായി ചോദിച്ചു. മറുതലയ്ക്കൽ ഘനഗംഭീരമായ ഒരു നിശബ്ദത. പിന്നെ കാതടപ്പിക്കുന്ന ഒരു ശബ്ദം. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരസുന്നതിന്റെ ശബ്ദം. മുരുകൻ ഞെട്ടി. ആരാടാ ഇത്? മറുപടിയില്ല. ഫോൺ കട്ടായി. അതൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്റെ കാർ തുറന്നപ്പോൾ മുരുകന്റെ തല പെരുത്തു. രൂക്ഷമായ മണ്ണെണ്ണയുടെ ഗന്ധം. കാറിന്റെ ഉൾവശം മുഴുവൻ ആ ഗന്ധം തങ്ങി നിൽക്കുന്നു. അയാൾ ഭയത്തോടെ ചുറ്റും നോക്കി. ആരുമില്ല. അന്ന് ഓഫീസിലെത്തിയപ്പോൾ മേശപ്പുറത്ത് ഒരു പഴയ പത്രക്കട്ടിങ്. 15 വർഷം മുൻപ് ഒരു കുടുംബം ബാങ്കിന്റെ ജപ്തി ഭീഷണി കാരണം തീ കൊളുത്തി മരിച്ച വാർത്ത. വാർത്തയ്ക്ക് താഴെ ചുവന്ന മഷിയിൽ ആരോ ഇങ്ങനെ കുറിച്ചിരുന്നു: ഞങ്ങൾ വരുന്നു. മുരുകന്റെ ധൈര്യം ചോർന്നുപോയി. അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഓരോ നിഴലിലും അയാൾ ആരെയോ പ്രതീക്ഷിച്ചു. ഓരോ ഫോൺ കോളിലും അവൻ ആ തീപ്പെട്ടിയുരസുന്ന ശബ്ദം കേട്ടു. വെള്ളിയാഴ്ച രാത്രി ഓഫീസിൽ നിന്ന് വിറയോടെ ഇറങ്ങിയ മുരുകൻ ഇടനാഴിയിലെ ലൈറ്റിന്റെ സ്വിച്ചിട്ടു. അത് കത്തുന്നില്ല. ഇടനാഴിയിൽ കൂരാക്കൂരിരുട്ട്. ഭയം അയാളുടെ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞു. അയാൾ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ആ വെളിച്ചത്തിൽ ഇടനാഴിയുടെ അറ്റത്ത് ഒരു നിഴൽ രൂപം നിൽക്കുന്നത് അയാൾ കണ്ടു. ഉയരമുള്ള കൂങ്ചങ്കനായ ഒരു രൂപം. ആരാണ്? മുരുകന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. നിഴൽ അനങ്ങിയില്ല. പകരം ആ രൂപം പതുക്കെ കയ്യിലിരുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരസി. ആ ചെറിയ വെളിച്ചത്തിൽ ആനന്ദിന്റെ മുഖം ഒരു നിമിഷം മുരുകൻ കണ്ടു. ആ കണ്ണുകളിലെ കത്തുന്ന പക കണ്ട് മുരുകൻ ഭയന്ന് നിലവിളിച്ചു. അയാൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ നിലത്തുറച്ചില്ല. ആനന്ദ് ശാന്തമായ ചുവടുകളോടെ അവനടുത്തേക്ക് നടന്നു. അവന്റെ കയ്യിൽ ഒരു ചെറിയ കുപ്പി നിറയെ മണ്ണെണ്ണയുണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയും അനുഭവിച്ച ഭയം. അതിന്റെ ഒരംശമെങ്കിലും നീ അറിയണം. ആനന്ദിന്റെ ശബ്ദം ഒരു മന്ത്രം പോലെ ആ ഇടനാഴിയിൽ മുഴങ്ങി. മുരുകന്റെ നിലവിളി ആരും കേട്ടില്ല. ആ രാത്രി നഗരം മറ്റൊരു സാധാരണ രാത്രിയിലേക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രതികാരത്തിന്റെ ആദ്യ അധ്യായം രക്തവും തീയും കൊണ്ട് എഴുതി ചേർക്കപ്പെടുകയായിരുന്നു. മുരുകന്റെ കത്തിക്കരിഞ്ഞ ശരീരം പോലീസ് കണ്ടെത്തുമ്പോൾ നേരം പുലർന്നിരുന്നു. ആ കാഴ്ച കണ്ട് പരിചയസമ്പന്നരായ പോലീസുകാർ പോലും ഒരു നിമിഷം മുഖം തിരിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സക്കറിയ ക്രൈം സീനിലേക്ക് നടന്നു കയറുമ്പോൾ അന്തരീക്ഷത്തിൽ അപ്പോഴും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സക്കറിയ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ല. കുറ്റവാളിയുടെ മനസ്സ് വായിക്കാൻ കഴിവുള്ള സൂക്ഷ്മമായ കണ്ണുകളുള്ള ഒരു വേട്ടക്കാരനായിരുന്നു അദ്ദേഹം. അയാൾ മൃതദേഹത്തിനരികിലേക്ക് കുനിഞ്ഞിരുന്നു. സാർ, ഇതൊരു സാധാരണ കൊലപാതകമല്ല. എന്തോ ഒരു പ്രതികാരത്തിന്റെ മണമുണ്ട്, ഒരു ജൂനിയർ ഓഫീസർ പറഞ്ഞു. സക്കറിയ ഒന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുകൾ മുറിയിലാകെ പരതി നടന്നു. മേശപ്പുറത്ത് ചിതറിക്കിടന്ന കടലാസുകൾക്കിടയിൽ നിന്ന് ആ പഴയ പത്രക്കട്ടിംഗ് അയാൾ കണ്ടെടുത്തു. ഞങ്ങൾ വരുന്നു. ചുവന്ന മഷിയിലെ ആ താക്കീത് അയാളുടെ നെറ്റി ചുളിച്ചു. ഈ വാർത്തയിലുള്ള കേസ് ഫയൽ ഉടൻ എന്റെ ടേബിളിലെത്തണം, സക്കറിയ ഉത്തരവിട്ടു. 15 വർഷം മുൻപത്തെ ഒരു ആത്മഹത്യ. ഇതിന് ഈ കൊലപാതകവുമായി എന്ത് ബന്ധം? അയാൾ മുറിക്ക് പുറത്തിറങ്ങി. ഇടനാഴിയിലെ കരിപിടിച്ച ഭിത്തിയിൽ അയാൾ വിരലോടിച്ചു. മണ്ണെണ്ണയുടെ നേർത്ത ഗന്ധം അപ്പോഴും അവിടെയുണ്ടായിരുന്നു. കൊന്നവൻ ഒരു പ്രൊഫഷണലാണ്. ഒരു തെളിവും ബാക്കി വച്ചിട്ടില്ല. പക്ഷേ അവൻ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സക്കറിയ തന്നോട് തന്നെ പറഞ്ഞു. അവനൊരു കഥ പറയാനുണ്ട്. രക്തം കൊണ്ടെഴുതിയ ഒരു കഥ. നഗരത്തിന്റെ മറ്റൊരു കോണിൽ തന്റെ ചെറിയ വീട്ടിലിരുന്ന് റിട്ടയേർഡ് പോലീസ് കോൺസ്റ്റബിൾ ചന്ദ്രൻ പത്രം വായിക്കുകയായിരുന്നു. മുരുകന്റെ കൊലപാതക വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾ വിറച്ചു. വാർത്തയിലെ 15 വർഷം പഴക്കമുള്ള ആത്മഹത്യ എന്ന ഭാഗം അദ്ദേഹത്തിന്റെ കണ്ണിലുടക്കി. ആ കേസ് ചന്ദ്രന് ഓർമ്മയുണ്ടായിരുന്നു. അന്ന് സ്റ്റേഷനിൽ പുതിയതായി ചാർജ് എടുത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. ആ ദമ്പതികളുടെ കത്തിക്കരിഞ്ഞ ശരീരവും ഉമ്മറപ്പടിയിൽ ഭയന്നു വിറച്ചിരുന്ന ആ 12കാരന്റെ മുഖവും അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തിയ രാത്രികളുണ്ടായിരുന്നു. ബാങ്കിന്റെ ഭാഗത്താണ് തെറ്റെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ മുകളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായി. കേസ് ഒരു സാധാരണ ആത്മഹത്യയായി എഴുതിത്തള്ളി ഫയൽ അടച്ചു. ആ കുട്ടി ആനന്ദ്, അവനെവിടെയായിരിക്കും ഇപ്പോൾ? ചന്ദ്രൻ ഓർത്തു. മുരുകന്റെ കൊലപാതക രീതി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭയം കോറിയിട്ടു.
ഇത് യാദൃച്ഛികമല്ല. ആ കുട്ടി മടങ്ങി വന്നിരിക്കുന്നു, നീതി നടപ്പാക്കാൻ. ഒരു പോലീസുകാരനായിരുന്നിട്ടും തനിക്ക് ചെയ്യാൻ കഴിയാതെ പോയ നീതി. ചന്ദ്രന്റെ ഉള്ളിൽ കുറ്റബോധം തലപൊക്കി. അദ്ദേഹം തന്റെ പഴയ ഇരുമ്പുപെട്ടി തുറന്ന് പൊടിപിടിച്ച ഒരു ഫയൽ പുറത്തെടുത്തു. അന്ന് രഹസ്യമായി പകർത്തിവെച്ച ചില രേഖകൾ. സുരക്ഷാ ബാങ്കിന്റെ തട്ടിപ്പുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില തുണ്ടുകടലാസുകൾ. അവനെ കണ്ടെത്തണം, ചന്ദ്രൻ തീരുമാനിച്ചു. അവൻ അടുത്ത അബദ്ധം കാണിക്കുന്നതിനു മുൻപ്. വർഗീസ് ഇപ്പോൾ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. വർഗീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അമരക്കാരൻ. നഗരത്തിലെ ഏറ്റവും വലിയ ബംഗ്ലാവുകളിൽ ഒന്നിലാണ് താമസം. സ്നേഹനിധിയായ ഭാര്യയും +2 പഠിക്കുന്ന ഏക മകൾ ദിയയും. അയാളുടെ ലോകം സന്തോഷം നിറഞ്ഞതായിരുന്നു. മുരുകന്റെ മരണവാർത്ത അയാൾ വായിച്ചത് പ്രഭാതഭക്ഷണത്തിനിടയിലായിരുന്നു. വാർത്ത കണ്ടപ്പോൾ അയാളുടെ ഉള്ളിലൂടെ ഒരു തണുപ്പരിച്ചു കയറി. മുരുകൻ, പലിശ, കത്തിക്കരിഞ്ഞ ശരീരം. എന്തൊക്കെയോ ഓർമ്മകൾ അയാളെ അസ്വസ്ഥനാക്കി. എന്താ പപ്പാ, എന്തുപറ്റി? ദിയ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മോളെ, വർഗീസ് ഒരു കൃത്രിമച്ചിരിയോടെ പറഞ്ഞു. ബിസിനസ്സിലെ ഒരു പരിചയക്കാരൻ, ഒരു ആക്സിഡന്റ്. അയാൾ ആ വാർത്ത മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. അതൊരു സാധാരണ കുടിപ്പകയുടെ ഭാഗമായുള്ള കൊലപാതകമായിരിക്കും. താനുമായി അതിന് ഒരു ബന്ധവുമില്ല. തന്റെ ഭൂതകാലം ചാരത്തിനടിയിൽ ഭദ്രമാണ്. അയാൾ സ്വയം വിശ്വസിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ജനലിലൂടെ ഒരു നേർത്ത ഗന്ധം മുറിയിലേക്ക് അരിച്ചെത്തുന്നത് അയാൾ അറിഞ്ഞു. മണ്ണെണ്ണയുടെ ഗന്ധം. അയാൾ ഞെട്ടിയെഴുന്നേറ്റു. ബാൽക്കണിയിൽ ചെന്ന് നോക്കി. പുറത്ത് കനത്ത മഴ പെയ്യുന്നു. മറ്റൊന്നുമില്ല. ഒരുപക്ഷേ തോന്നിയതാകാം. അയാൾ സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയത്തിന്റെ ആദ്യത്തെ വിത്ത് അയാളുടെ മനസ്സിൽ വീണുകഴിഞ്ഞിരുന്നു. ആനന്ദ് തന്റെ ചെറിയ മുറിയിലെ തണുത്ത തറയിലിരിക്കുകയായിരുന്നു. മുരുകനെ ഇല്ലാതാക്കിയതിനു ശേഷമുള്ള ലഹരി അവനിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരുതരം മരവിപ്പാണ്. അവൻ ഭിത്തിയിൽ ചാരിക്കണ്ണുകളടച്ചു. അവന്റെ മനസ്സിലേക്ക് അമ്മയുടെ മുഖമോടിയെത്തി. എപ്പോഴും ചിരിക്കുന്ന സ്നേഹത്തോടെ നെറുകയിൽ തലോടുന്ന അമ്മ. ദേഷ്യം ഒന്നിനുമൊരു പരിഹാരമല്ല മോനെ, അമ്മ എപ്പോഴും പറയുമായിരുന്നു. അമ്മേ, ഞാനൊരു കൊലപാതകിയായിരിക്കുന്നു. നിങ്ങളുടെ മകൻ ഒരു മൃഗമായിരിക്കുന്നു. അവന്റെ ഉള്ളം തേങ്ങി. അവൻ എഴുന്നേറ്റ് അച്ഛന്റെ ഡയറി കയ്യിലെടുത്തു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൻ ആ താളുകൾ മറിച്ചു. വർഗീസിനെക്കുറിച്ച് അച്ഛൻ എഴുതിയ ഭാഗം അവൻ വീണ്ടും വായിച്ചു. ഇന്ന് മാനേജർ വർഗീസ് വീട്ടിൽ വന്നു. അയാൾ ഞങ്ങളെ നായ്ക്കളെപ്പോലെയാണ് കണ്ടത്. എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അയാൾ എന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. പണം തന്നില്ലെങ്കിൽ നിന്റെ മകനെ ഞങ്ങൾ ഇറക്കിക്കൊണ്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തി. ദൈവം പൊറുക്കില്ല. ആ വരികൾ വായിച്ചപ്പോൾ ആനന്ദിന്റെ കണ്ണുകളിൽ വീണ്ടും തീയെരിഞ്ഞു. അവന്റെ ആന്തരിക സംഘർഷം അവസാനിച്ചു. അവന്റെ ലക്ഷ്യം കൂടുതൽ വ്യക്തമായി. വർഗീസ്. അയാൾ വെറുമൊരു കൊലപാതകിയല്ല. അയാൾ തന്റെ കുടുംബത്തിന്റെ അഭിമാനത്തെയാണ് ചവിട്ടിത്തേച്ചത്. അയാൾക്ക് മാപ്പില്ല. അവന്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ പേര് ചുവന്ന മഷിയിൽ കൂടുതൽ തെളിഞ്ഞു. വർഗീസ്. വർഗീസിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആനന്ദ് അയാളുടെ ഏറ്റവും വലിയ ശക്തിയും ബലഹീനതയും ഒന്നാണെന്ന് മനസ്സിലാക്കിയത്. അയാളുടെ മകൾ ദിയ. വർഗീസ് ഒരു ക്രൂരനായ ബിസിനസ്സുകാരനായിരിക്കാം, പക്ഷേ അയാൾ ദിയയുടെ മുന്നിൽ സ്നേഹനിധിയായ ഒരു പിതാവായിരുന്നു. അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും അവളുടെ ചെറിയ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നതും ആനന്ദ് ദൂരെ നിന്ന് കണ്ടു. ഓരോ തവണ വർഗീസിനെയും ദിയയെയും ഒരുമിച്ച് കാണുമ്പോഴും ആനന്ദിന് തന്റെ അച്ഛനെ ഓർമ്മ വരും. ആ ഓർമ്മ അവന്റെ പ്രതികാരത്തിന് മൂർച്ച കൂട്ടി. വർഗീസ് തന്റെ അച്ഛനിൽ നിന്ന് തട്ടിയെടുത്തത് അതുപോലൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ടുതന്നെ വർഗീസിനെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം അയാളുടെ സന്തോഷത്തിന്റെ ലോകത്തെ തകർക്കാൻ ആനന്ദ് തീരുമാനിച്ചു. അയാൾ അനുഭവിച്ച അതേ മാനസിക വേദന വർഗീസും അറിയണം. ഒരു ദിവസം വൈകുന്നേരം ദിയയുടെ സ്കൂളിനു പുറത്ത് ആനന്ദ് കാത്തുനിന്നു. വർഗീസ് അവളെ വിളിക്കാൻ വരാൻ വൈകിയിരുന്നു. ദിയ കൂട്ടുകാരുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ആനന്ദ് തന്റെ ഡെലിവറി ബാഗിൽ നിന്ന് ഒരു ചെറിയ സമ്മാനപ്പൊതിയെടുത്തു. മനോഹരമായി പൊതിഞ്ഞ ഒരു പെട്ടി. അവൻ ദിയയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ദിയ വർഗീസ്, അവൻ സൗമ്യമായി ചോദിച്ചു. അതെ, ഇതൊരു ഡെലിവറിയാണ്. നിങ്ങളുടെ അച്ഛൻ തന്നുവിട്ടതാണ്. ഒരു സർപ്രൈസ്. ദിയ സംശയത്തോടെ അവനെ നോക്കി. പക്ഷേ ക്വിക്ക് ഡെലിവറിയുടെ യൂണിഫോം കണ്ടപ്പോൾ അവൾക്ക് സംശയം തോന്നിയില്ല.
അവൾ ആ പെട്ടി വാങ്ങി. താങ്ക്സ്. അവൾ പെട്ടി തുറന്നു. അതിനകത്ത് വില കൂടിയ ഒരു പെർഫ്യൂമായിരുന്നു. ഒപ്പം ഒരു ചെറിയ കുറിപ്പും. നിന്റെ അച്ഛൻ്റെ പഴയൊരു സുഹൃത്തിൻ്റെ സമ്മാനം. നിന്റെ അച്ഛൻ ഈ മണം ഒരിക്കലും മറക്കില്ല. ദിയക്കൊന്നും മനസ്സിലായില്ല. അവൾ ആ പെർഫ്യൂം കയ്യിൽ ചെറുതായി സ്പ്രേ ചെയ്തു. അത് മണ്ണെണ്ണയുടെ ഗന്ധം കലർന്ന ഒരു സുഗന്ധമായിരുന്നു. അതേസമയം ദൂരെ ഒരു കാറിലിരുന്ന് വർഗീസ് ഇത് കാണുന്നുണ്ടായിരുന്നു. ഒരു ഡെലിവറി ബോയ് തൻ്റെ മകൾക്കെന്തോ കൊടുക്കുന്നത്. അയാൾ വേഗം കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ഓട്ടി. ദിയ കൈയിലെ പെർഫ്യൂം മണത്തു നോക്കുന്നത് കണ്ടതും വർഗീസിന്റെ മുഖം ഭയം കൊണ്ട് വിളറിവെളുത്തു. ആനന്ദ് ദൂരെ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വർഗീസിന്റെ കണ്ണുകളിലെ ഭയം അവന് കാണാമായിരുന്നു. വേട്ടയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരുന്നു. ദിയയുടെ കയ്യിലെ പെർഫ്യൂം കുപ്പി വർഗീസ് പിടിച്ചു വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അയാളുടെ മുഖത്തെ ഭയം കണ്ട് ദിയ സ്തംഭയായി നിന്നു. ഇനി മേലാൽ പരിചയമില്ലാത്തവരിൽ നിന്നു ഒന്നും വാങ്ങരുത് കേട്ടോ, അയാൾ അവളോട് അലറി. ജീവിതത്തിലാദ്യമായി അച്ഛൻ തന്നോട് ദേഷ്യപ്പെടുന്നത് കേട്ട് ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്നു മുതൽ വർഗീസിന്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു. അയാൾ ഉറക്കത്തിൽ ഞെട്ടിയെഴുന്നേൽക്കാൻ തുടങ്ങി. ഓരോ നിഴലിലും ഓരോ ശബ്ദത്തിലും അയാൾ ആ ഡെലിവറി ബോയിയുടെ മുഖം തിരഞ്ഞു. അയാളുടെ ആഡംബര ബംഗ്ലാവ് ഒരു തടവറയായി മാറി. ആനന്ദിന്റെ ആക്രമണം അവിടെയും തുടർന്നു. വർഗീസിന്റെ ഫോണിലേക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്ന് സന്ദേശങ്ങൾ വന്നു. നിന്റെ മകൾക്ക് എന്റെ സമ്മാനം ഇഷ്ടപ്പെട്ടോ? ഒരു ദിവസം രാത്രി കുടുംബത്തോടൊപ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 70-ഇഞ്ച് സ്മാർട്ട് ടിവിയുടെ സ്ക്രീനിൽ പെട്ടെന്ന് തീയാളിക്കെത്തുന്ന ദൃശ്യങ്ങൾ മിന്നിമറഞ്ഞു. ഒരു നിമിഷത്തേക്കു മാത്രം. പക്ഷേ അത് വർഗീസിനെ ഭ്രാന്തിന്റെ വക്കിലെത്തിക്കാൻ ധാരാളമായിരുന്നു. അയാളുടെ ഭയം ഒരു രോഗം പോലെ പടർന്നു. ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയായി. മീറ്റിംഗുകളിൽ അയാൾ അലക്ഷ്യമായിരുന്നു. അയാളുടെ സാമ്രാജ്യം പതിയെ ഇളകാൻ തുടങ്ങി. ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അയാൾക്ക് മറുപടിയില്ലായിരുന്നു. ദിയ അച്ഛനിൽ നിന്ന് പതിയെ അകന്നു. സ്നേഹനിധിയായ ഒരു കുടുംബനാഥന്റെ പതനം ആനന്ദ് ദൂരെയിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ സക്കറിയയുടെ ഓഫീസിൽ 15 വർഷം മുൻപത്തെ ആത്മഹത്യയുടെ ഫയൽ തുറന്നുവച്ചിരുന്നു. സാർ, ആ ദമ്പതികൾക്കൊരു മകനുണ്ടായിരുന്നു, ആനന്ദ്. സംഭവത്തിന് ശേഷം അവനെ ഒരു അനാഥാലയത്തിലാക്കി. പക്ഷേ 16-ാം വയസ്സിൽ അവിടെ നിന്ന് ചാടിപ്പോയി ഒരു ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തു. അവനെക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും വിവരം? സക്കറിയ ചോദിച്ചു. ഉണ്ട് സാർ. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അവൻ പിന്നീട് ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. പാരാ സ്പെഷ്യൽ ഫോഴ്സിൽ കമാൻഡോ പരിശീലനം ലഭിച്ചവനാണ്. പക്ഷേ 3 വർഷം മുൻപ് ഒരു ഓപ്പറേഷനിടയിൽ കാണാതായെന്നാണ് രേഖകൾ പറയുന്നത്. പ്രിസ്യൂംഡ് ഡെഡ്. സക്കറിയയുടെ കണ്ണുകൾ തിളങ്ങി. മരിച്ചിട്ടില്ല. അവൻ തിരിച്ചു വന്നിരിക്കുന്നു. പരിശീലനം ലഭിച്ച ഒരു കൊലയാളി. അവന്റെ ലിസ്റ്റിൽ ഇനിയുമുണ്ട് പേരുകൾ. അതേസമയം റിട്ടയേർഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ തന്റെ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആനന്ദിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. അവന്റെ സൈനിക പശ്ചാത്തലം അദ്ദേഹത്തെയും ഞെട്ടിച്ചു. അവൻ വെറുമൊരു കുട്ടിയല്ല, അപകടകാരിയായ ഒരു മനുഷ്യനാണ്. വർഗീസാണ് അവന്റെ അടുത്ത ലക്ഷ്യമെന്ന് ചന്ദ്രന് ഉറപ്പായിരുന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. വർഗീസിനെ നേരിൽ കാണുക. അവനൊരു മുന്നറിയിപ്പ് നൽകുക. ഒരുപക്ഷേ അത് ആനന്ദിനെ പിന്തിരിപ്പിച്ചേക്കാം. വർഗീസിന്റെ മാനസിക നില പൂർണ്ണമായും തകർന്നിരുന്നു. ഒരു ദിവസം രാത്രി അയാളുടെ ബെഡ്റൂമിലെ സ്പീക്കറുകളിൽ നിന്ന് ഒരു കുട്ടിയുടെ നേർത്ത തേങ്ങൽ കേട്ടു. അത് പതിയെ ഒരു കൂട്ടക്കരച്ചിലായി മാറി. ഒപ്പം തീ ആളിക്കെത്തുന്നതിന്റെ ശബ്ദവും. വർഗീസ് ഭയന്ന് അലറി വിളിച്ചു. അവനുണ്ടിവിടെ. അവൻ എന്റെ വീടിനകത്തുണ്ട്, അയാൾ വിളിച്ചു പറഞ്ഞു. ഭാര്യയും മകളും ഓടിവന്നു. അവർക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. വർഗീസിന് ഭ്രാന്താണെന്ന് അവർ ഉറപ്പിച്ചു. ആനന്ദ് വർഗീസിന്റെ വീടിന്റെ വൈഫൈ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്താണ് ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത്. സ്പെഷ്യൽ ഫോഴ്സിലെ പരിശീലനം അവനെ ശാരീരികമായി മാത്രമല്ല സാങ്കേതികമായും ഒരു വിദഗ്ധനാക്കിയിരുന്നു. അടുത്ത ദിവസം രാവിലെ വർഗീസിന്റെ ഇമെയിലിലേക്ക് ഒരു വീഡിയോ വന്നു. അയാളുടെ ബംഗ്ലാവിന്റെ ഓരോ മുക്കുമൂലയും ഒപ്പിയെടുത്ത ഒരു വീഡിയോ. കിടപ്പുമുറി, ദിയയുടെ പഠനമുറി, അടുക്കള, എല്ലാം. വീഡിയോയുടെ അവസാനം ക്യാമറ ആനന്ദിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ആ തണുത്ത നോട്ടം മാത്രം മതിയായിരുന്നു വർഗീസിന്റെ അവസാനത്തെ ധൈര്യവും ചോർത്തിക്കളയാൻ. തന്റെ കോട്ട സുരക്ഷിതമല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഈ നഗരം വിട്ട് ഓടിപ്പോകാൻ അയാൾ തീരുമാനിച്ചു.
വർഗീസ് തന്റെ ഓഫീസിലിരുന്ന് രഹസ്യമായി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് റിട്ടയേർഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ അങ്ങോട്ട് കയറി ചെന്നത്. മിസ്റ്റർ വർഗീസ്, എനിക്ക് സംസാരിക്കാനുണ്ട്. വർഗീസ് അപ്രതീക്ഷിതമായി വന്ന ആ അതിഥിയെ സംശയത്തോടെ നോക്കി. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. 15 വർഷം മുൻപ് നിങ്ങൾക്കെന്നെ അറിയാമായിരുന്നു. ഒരു കുടുംബം നിങ്ങളുടെ കൺമുന്നിൽ എരിഞ്ഞടങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ. ആ വാക്കുകൾ കേട്ടതും വർഗീസ് ഞെട്ടി. നിങ്ങൾക്ക് എന്തു വേണം? ഞാനൊരു മുന്നറിയിപ്പ് തരാൻ വന്നതാണ്. ആനന്ദ് തിരിച്ചു വന്നിട്ടുണ്ട്. മുരുകനെ കൊന്നത് അവനാണ്. അടുത്തത് നിങ്ങളാണ്. വർഗീസ് വിയർത്തു. എനിക്കൊന്നും അറിയില്ല. അതൊരു ആത്മഹത്യയായിരുന്നു. അതൊരു കൊലപാതകമായിരുന്നു വർഗീസ്. നിങ്ങൾ നടത്തിയ കൊലപാതകം. അതിന്റെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ചന്ദ്രൻ തന്റെ കയ്യിലെ പഴയ ഫയൽ ഉയർത്തിക്കാട്ടി. അതേ നിമിഷം ACP സക്കറിയയും സംഘവും അങ്ങോട്ടേക്ക് ഇരച്ചുകയറി. ചന്ദ്രനെ അവിടെ കണ്ടപ്പോൾ അദ്ദേഹത്തിനും സംശയമായി. നിങ്ങളിവിടെ എന്തു ചെയ്യുന്നു, മിസ്റ്റർ ചന്ദ്രൻ? സക്കറിയ ചോദിച്ചു. അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. ഓഫീസിലെ വലിയ ഗ്ലാസ് ജനൽ തകർത്തുകൊണ്ട് കറുത്ത വേഷം ധരിച്ച ഒരു രൂപം അകത്തേക്ക് ചാടി വീണു. ആനന്ദ് അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അത് വർഗീസിന്റെ നെഞ്ചിന് നേരെ ചൂണ്ടിയിരുന്നു. പോലീസുകാർ ഞെട്ടിത്തിരിഞ്ഞ് തോക്കുകൾ അവന്റെ നേരെ ചൂണ്ടി. ആനന്ദ് കീഴടങ്ങുക! സക്കറിയ അലറി. ആനന്ദ് ചിരിച്ചു. ആ ചിരിയിൽ വേദനയും പുച്ഛവും നിറഞ്ഞിരുന്നു. കളി തുടങ്ങിയിട്ടേയുള്ളൂ കമ്മീഷണർ. എന്റെ നീതി അത് ഞാൻ തന്നെ നടപ്പാക്കും. അവൻ വർഗീസിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഒരു മറയായി നിർത്തി. ആരും അനങ്ങരുത്, അല്ലെങ്കിൽ ഇയാൾ മരിക്കും. ഓഫീസിനകത്ത് സമയം നിശ്ചലമായി. ഒരു സ്ഫോടനത്തിന് മുൻപുള്ള നിശബ്ദത. വേട്ടക്കാരനും ഇരയും നിയമപാലകരും ഒരേ മുറിയിൽ മുഖാമുഖം നിൽക്കുകയാണ്. വർഗീസിന്റെ കഴുത്തിൽ അമർന്നിരുന്ന ആനന്ദിന്റെ കൈകൾ ഉരുക്കുപോലെ മുറുകിയിരുന്നു. തോക്കിന്റെ തണുത്ത മുന നെഞ്ചിൽ തട്ടിയപ്പോൾ വർഗീസിന്റെ ഹൃദയം നിലച്ചുപോകുമെന്ന് തോന്നി. ഓഫീസിനകത്തെ എയർ കണ്ടീഷണറിന്റെ നേർത്ത മൂളൽ പോലും ഒരു വലിയ ശബ്ദമായി അനുഭവപ്പെട്ടു. ആനന്ദ്, തോക്ക് താഴെയിടൂ. നമുക്ക് സംസാരിക്കാം. സക്കറിയയുടെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിലെ ഗൗരവം വ്യക്തമായിരുന്നു. നിയമം കയ്യിലെടുക്കരുത്. നിനക്ക് നീതി വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. ആനന്ദ് പുച്ഛത്തോടെ ചിരിച്ചു. നീതി? 15 വർഷം മുൻപ് എവിടെയായിരുന്നു നിങ്ങളുടെ നീതി? എന്റെ അച്ഛനും അമ്മയും എരിഞ്ഞടങ്ങുമ്പോൾ നിയമം കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. അവന്റെ കണ്ണുകൾ വർഗീസിന്റെ മുഖത്തേക്ക് തറച്ചു. പറയടാ, എന്തിനാണെന്റെ കുടുംബത്തെ ചതിച്ചത്? ആ ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ടു വാങ്ങി നിങ്ങൾ എത്ര രൂപയാണ് എഴുതി ചേർത്തത്? പറയ്. വർഗീസിന്റെ നാവ് കുഴഞ്ഞു. ഭയം അയാളുടെ വാക്കുകളെ മരവിപ്പിച്ചിരുന്നു. അരുത് മോനെ. റിട്ടയേർഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ മുന്നോട്ട് വന്നു. അവരെപ്പോലെ നീയും ഒരു മൃഗമാകരുത്. നിന്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് ഇതായിരിക്കില്ല. ചന്ദ്രന്റെ വാക്കുകൾ ഒരു നിമിഷം ആനന്ദിന്റെ ഉള്ളിൽ ഒരു ചലനമുണ്ടാക്കി. പക്ഷെ വർഗീസിന്റെ ഭയം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവന്റെ പ്രതികാരത്തിന്റെ തീ ആളിക്കത്തി. ഇവന്റെ ഭയം, ഇത് ഞാൻ കാണാൻ ആഗ്രഹിച്ചതാണ്. ആനന്ദ് അലറി. ഇവന്റെ ഓരോ ശ്വാസത്തിലും ഞാൻ എന്റെ അച്ഛന്റെ നിലവിളി കേൾക്കുന്നു. അധ്യായം 14. പുകമറ. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ആനന്ദ് തന്റെ മറുകയിലുണ്ടായിരുന്ന ചെറിയൊരു ഉപകരണം നിലത്തേക്കെറിഞ്ഞു. കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ മുറി മുഴുവൻ കനത്ത പുക നിറഞ്ഞു. ചുമയും ബഹളവും ഉയർന്നു. പോലീസുകാർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. അവനെ വളയൂ, സക്കറിയ അലറി. പക്ഷേ ആനന്ദ് ഒരു നിഴൽ പോലെയായിരുന്നു. പുകമറയുടെ ആനുകൂല്യത്തിൽ അവൻ വർഗീസിനെയും കൊണ്ട് പുറത്തേക്ക് കുതിച്ചു. ഓഫീസിന്റെ ഇടനാഴിയിലൂടെ അയാളെ വലിച്ചിഴച്ച് എമർജൻസി എക്സിറ്റിലൂടെ അവൻ പുറത്തെത്തി. താഴെ സർവീസ് റോഡിൽ അവൻ നേരത്തെ തയ്യാറാക്കി നിർത്തിയിരുന്ന ഒരു പഴയ കാർ ഉണ്ടായിരുന്നു. പുകയടങ്ങി സക്കറിയയും സംഘവും പുറത്തെത്തിയപ്പോഴേക്കും ആ കാർ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരുന്നു. സക്കറിയ ദേഷ്യത്തിൽ ഭിത്തിയിലിടിച്ചു. ഡാമിറ്റ്! നഗരം മുഴുവൻ ബ്ലോക്ക് ചെയ്യ്. എനിക്കവനെ ജീവനോടെ വേണം. അയാൾ നിലത്ത് കിടന്ന ആനന്ദ് വലിച്ചെറിഞ്ഞ ഉപകരണമെടുത്തു. അതൊരു സാധാരണ സ്മോക്ക് ഗ്രനേഡ് ആയിരുന്നില്ല. സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. സക്കറിയയ്ക്കുറപ്പായി താൻ നേരിടുന്നത് ഒരു സാധാരണ കുറ്റവാളിയെയല്ല, യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന ഒരു കമാൻഡോയെയാണ്.
ആനന്ദ് ആ കാറോടിച്ചത് നേരെ തന്റെ പഴയ വീടിന്റെ അവശിഷ്ടങ്ങളിലേക്കായിരുന്നു. കത്തിക്കരിഞ്ഞ ഭിത്തികളും പുല്ലുവളർന്നു തുടങ്ങിയ തറയും 15 വർഷം മുൻപ് തന്റെ ലോകം അവസാനിച്ചിടം. അവൻ വർഗീസിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി ആ കരിപിടിച്ച തറയിലേക്ക് തള്ളി. ഇതെവിടെയാ? വർഗീസ് വിറയലോട് ചോദിച്ചു. നിങ്ങൾ ഒരു കുടുംബത്തിന്റെ ചിതയൊരുക്കിയ സ്ഥലം. എന്റെ വീട്. ആനന്ദിന്റെ ശബ്ദം വിറച്ചു. അവൻ തന്റെ ബാഗിൽ നിന്ന് അച്ഛന്റെ ഡയറി പുറത്തെടുത്തു. അത് വർഗീസിന്റെ മുഖത്തിന് നേരെ എറിഞ്ഞു. വായിക്ക്. ഇതിലെ ഓരോ വാക്കും ഉറക്കെ വായിക്ക്. വർഗീസ് ആ ഡയറി എടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ, നിറകണ്ണുകളോടെ അയാൾ വായിക്കാൻ തുടങ്ങി. ലോണെടുത്ത ദിവസത്തെ സന്തോഷം, തിരിച്ചടവ് മുടങ്ങിയപ്പോഴുള്ള വിഷമം, ബാങ്കിന്റെ ഭീഷണി, അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ച ദിവസത്തെ നിസ്സഹായത. ഓരോ വരിയും വർഗീസിന്റെ നെഞ്ചിൽ ഒരു ആണി പോലെ തറച്ചുകയറി. മതി, നിർത്ത്. അയാൾ പൊട്ടിക്കരഞ്ഞു. ഞാനാണ് തെറ്റുകാരൻ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഞങ്ങളെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് റീജിയണൽ ഹെഡ് രാജേന്ദ്ര മേനോനാണ്. പാവപ്പെട്ടവരുടെ ലോൺ ഫയലുകളിൽ കൃത്രിമം കാണിച്ച് പണം തട്ടുന്ന ഒരു വലിയ റാക്കറ്റ് തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ തലവൻ മേനോനാണ്. വർഗീസ് എല്ലാം ഏറ്റുപറഞ്ഞു. ഓരോ ചതിയുടെയും കഥകൾ. ആനന്ദ് തന്റെ ഫോണിൽ അതെല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പുറത്തുവന്ന നിമിഷം ആനന്ദ് തന്റെ കൈയിലെ തോക്ക് വർഗീസിന്റെ നെറ്റിയിൽ വെച്ചു. നിനക്ക് മാപ്പില്ല. അതേ നിമിഷം ദൂരെയായി പോലീസ് ജീപ്പുകളുടെ സൈറൺ മുഴങ്ങി. ചന്ദ്രന്റെ ഊഹം ശരിയായിരുന്നു. ആനന്ദ് വർഗീസിനെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് അദ്ദേഹം സക്കറിയയോട് പറഞ്ഞിരുന്നു. പോലീസുകാർ ആ പ്രദേശം വളഞ്ഞു. ആനന്ദിന് മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. വർഗീസിനെ കൊന്ന് പോലീസിന് കീഴടങ്ങുക, അല്ലെങ്കിൽ ഈ വലിയ മത്സ്യത്തെ നിയമത്തിന് വിട്ടുകൊടുത്ത് ഇതിന്റെയെല്ലാം തലവനായ രാജേന്ദ്ര മേനോനെ തേടിപ്പോവുക. ഒരു നിമിഷം അവൻ കണ്ണുകളടച്ചു. അവന്റെ മനസ്സിൽ അമ്മയുടെ മുഖം തെളിഞ്ഞു. ദേഷ്യം ഒന്നിനും പരിഹാരമല്ല മോനെ. അവൻ ഒരു തീരുമാനമെടുത്തു. അവൻ തോക്കിന്റെ പാത്തികൊണ്ട് വർഗീസിന്റെ തലയ്ക്ക് ശക്തമായി അടിച്ചു. അയാൾ ബോധരഹിതനായി നിലത്തു വീണു. ആനന്ദച്ചന്റെ ഡയറിയും കുറ്റസമ്മതം റെക്കോർഡ് ചെയ്ത ഫോണും വർഗീസിന്റെ നെഞ്ചിൽ വെച്ചു. അവൻ ഇരുട്ടിലേക്ക് മറയുന്നതിനു മുൻപ് അവസാനമായി ഒന്ന് തിരിഞ്ഞു നോക്കി. പോലീസ് എത്തിയപ്പോൾ കണ്ടത് ബോധരഹിതനായി കിടക്കുന്ന വർഗീസിനെയും അവന്റെ നെഞ്ചിലിരിക്കുന്ന തെളിവുകളെയുമാണ്. സക്കറിയ ആ ഫോൺ കയ്യിലെടുത്തു. അതിൽ ആനന്ദിന്റെ ശബ്ദത്തിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. ഒരു മത്സ്യം വലയിലായി കമ്മീഷണർ. പക്ഷെ സ്രാവ് ഇപ്പോഴും കടലിലുണ്ട്. ഈ കളി ഇവിടെ തീരുന്നില്ല. സക്കറിയ ആകാശത്തേക്ക് നോക്കി. ആനന്ദ് എന്ന പ്രതികാരത്തിന്റെ കൊടുങ്കാറ്റ് അടുത്ത ലക്ഷ്യം തേടി യാത്ര തുടങ്ങിയിരുന്നു. പോലീസിന്റെയും നിയമത്തിന്റെയും കണ്ണെത്താത്ത ദൂരത്തേക്ക്. വർഗീസിന്റെ അറസ്റ്റും അയാളുടെ കുറ്റസമ്മതവും കേരളത്തെ ഞെട്ടിച്ചു. പിറ്റേ ദിവസത്തെ പത്രങ്ങളുടെയെല്ലാം തലക്കെട്ടതായിരുന്നു. സുരക്ഷാ ബാങ്ക് തട്ടിപ്പ്, മുൻ മാനേജർ അറസ്റ്റിൽ, പിന്നിൽ വൻ സ്രാവുകളെന്ന് മൊഴി. വർഗീസിനെ ജീവനോടെ പോലീസിന് കൈമാറിയ അജ്ഞാതനായ ആ പ്രതികാരകനെ മാധ്യമങ്ങൾ അഗ്നി എന്ന് പേരിട്ട് വിളിച്ചു. ചിലർ അവനെ അപകടകാരിയായ കുറ്റവാളിയായി ചിത്രീകരിച്ചപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ അവൻ ഒരു ഹീറോ ആയി മാറി. സോഷ്യൽ മീഡിയയിൽ #ജസ്റ്റിസ് ഫോർ അനന്തൻ, #അഗ്നി ദി അവെഞ്ചർ തുടങ്ങിയ ഹാഷ്ടാഗുകൾ തരംഗമായി. ബാങ്കിംഗ് തട്ടിപ്പുകൾക്കിരയായ നിരവധി പേർ തങ്ങളുടെ കഥകളുമായി മുന്നോട്ടു വന്നു. അതൊരു സാമൂഹിക മുന്നേറ്റത്തിന്റെ തുടക്കമായിരുന്നു. ACP സക്കറിയയുടെ മേൽ സമ്മർദ്ദം വർദ്ധിച്ചു. വർഗീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജേന്ദ്ര മേനോനെതിരെ അന്വേഷണം ആരംഭിക്കാൻ മുകളിൽ നിന്ന് അനുമതി ലഭിച്ചു. പക്ഷേ അത് വെറും പ്രഹസനമാണെന്ന് സക്കറിയയ്ക്ക് അറിയാമായിരുന്നു. മേനോനെപ്പോലൊരു വമ്പനെ തൊടാൻ നിയമത്തിന്റെ കൈകൾക്ക് നീളം കുറവാണ്. കൊച്ചിയിലെ ഏറ്റവും വില കൂടിയ കെട്ടിടത്തിന്റെ മുകളിലെ പെൻഹൌസിലിരുന്ന് രാജേന്ദ്ര മേനോൻ വാർത്തകൾ കാണുകയായിരുന്നു. അയാളുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. പകരം തന്റെ സാമ്രാജ്യത്തിൽ ഒരു കീടം നുഴഞ്ഞുകയറിയതിന്റെ ഈർഷ്യയായിരുന്നു. അയാൾ തന്റെ ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ സംസ്ഥാനത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു. മേനോൻ, ഞാൻ ഈ വാർത്തയൊന്ന് കാണുകയായിരുന്നു. എന്താണിത്? ചെറിയൊരു പ്രശ്നം സഖാവേ. ഒരു പഴയ പാമ്പ് തലപൊക്കി. അത്രയുള്ളൂ. മേനോന്റെ ശബ്ദം തണുത്തുറഞ്ഞിരുന്നു. വർഗീസ് എന്നൊരു വിഡ്ഢി പോലീസിന്റെ കയ്യിലായി. പക്ഷേ അവൻ അധികം സംസാരിക്കില്ല. അതിനു മുൻപ് നമ്മൾ മറ്റൊരാളെ കണ്ടെത്തണം. അഗ്നി എന്ന് മാധ്യമങ്ങൾ വിളിക്കുന്ന ഒരുത്തൻ. എന്താണ് പ്ലാൻ? അവനെ എനിക്ക് ജീവനോടെയോ അല്ലാതെയോ വേണം. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. നമുക്ക് നമ്മുടെ വഴി നോക്കാം. മേനോൻ ഫോൺ കട്ട് ചെയ്തു. അയാൾ ബാൽക്കണിയിലേക്ക് നടന്നു.
താഴെ നഗരം ഒരു കളിപ്പാട്ടം പോലെ തിളങ്ങുന്നു. ആനന്ദ്, നിന്റെ അച്ഛനെയും അമ്മയെയും പോലെ നീയും വെറുമൊരു തീപ്പെട്ടിക്കുള്ളിയാണ്. ഊതിയാൽ അണയുന്നത്. അയാൾ ഗ്ലാസ്സിലെ വിലകൂടിയ മദ്യം ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു. സക്കറിയയുടെ ഓഫീസിൽ റിട്ടയേർഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ ഇരിക്കുകയായിരുന്നു. സാർ, മേനോനെതിരെ തെളിവുണ്ട്. പിന്നെന്തിനു മടിക്കണം? ചന്ദ്രൻ ചോദിച്ചു. തെളിവ് മാത്രം പോരാ ചന്ദ്രൻ, സക്കറിയ പറഞ്ഞു. അവന്റെ വേരുകൾ നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലാണ്. അവനെ അറസ്റ്റ് ചെയ്താൽ നാളെ തന്നെ അവൻ ജാമ്യത്തിലിറങ്ങും. സാക്ഷികൾ കൂറുമാറും, തെളിവുകൾ അപ്രത്യക്ഷമാകും. ഈ കേസ് നമ്മൾ തോൽക്കും. അപ്പോൾ ആനന്ദ് ചെയ്യുന്നതാണോ ശരി? സക്കറിയ ചന്ദ്രനെ തുറച്ചുനോക്കി. അല്ല, ഒരു കൊലപാതകവും ശരിയല്ല. പക്ഷേ ഈ സിസ്റ്റം അവനെപ്പോലുള്ളവരെ സൃഷ്ടിക്കുകയാണ്. നമുക്ക് മേനോനെ പൂട്ടണം, പക്ഷേ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം. അതിന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു തെളിവ് വേണം. അവന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കുന്ന ഒന്ന്. അവർക്കിടയിൽ ഒരു നിശബ്ദമായ ധാരണ രൂപപ്പെട്ടു. തങ്ങൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിനു പിന്നാലെയാണ്. പക്ഷേ വഴികൾ വ്യത്യസ്തമാണ്. ആനന്ദ് എത്തുന്നതിന് മുൻപ് തങ്ങൾക്ക് മേനോന്റെ മുന്നിലെത്തണം. അല്ലെങ്കിൽ ഈ നഗരത്തിൽ ഇനിയും രക്തം വീഴും. ആനന്ദ് ഒരു പുതിയ ഒളിത്താവളത്തിലായിരുന്നു. നഗരത്തിലെ ഒരു ചേരിപ്രദേശത്തെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗോഡൌൺ. വർഗീസിനെ കൈമാറിയതിലൂടെ താൻ ഒരു യുദ്ധം ജയിച്ചിട്ടില്ല, ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് അവൻ അറിയാമായിരുന്നു. രാജേന്ദ്ര മേനോൻ ഒരു സാധാരണ എതിരാളിയല്ല. അയാളുടെ കോട്ട ഭേദിക്കാൻ തോക്കുകൾ മാത്രം മതിയാവില്ല. അവൻ തന്റെ ലാപ്ടോപ്പ് തുറന്നു. ദിവസങ്ങളോളം ഉറക്കമിളച്ച് അവൻ രാജേന്ദ്ര മേനോനെക്കുറിച്ച് പഠിച്ചു. അയാളുടെ ബിസിനസ്, അയാളുടെ ശത്രുക്കൾ, അയാളുടെ രഹസ്യങ്ങൾ. അപ്പോഴാണ് അവൻ ആ വിവരം കണ്ടെത്തിയത്. മേനോന്റെ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ നട്ടെല്ല് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. പക്ഷേ അതിന്റെ മറവിൽ അയാൾ മറ്റൊരു കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു. ഹവാല. വിദേശത്തുനിന്നുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു വലിയ ശൃംഖലയുടെ കേരളത്തിലെ പ്രധാന കണ്ണിമേനോനായിരുന്നു. അവന്റെ അടുത്ത ലക്ഷ്യം വ്യക്തമായി: മേനോന്റെ പണത്തിന്റെ ഉറവിടം ആക്രമിക്കുക. അന്വേഷണത്തിനിടയിൽ അവൻ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. മേനോന്റെ ഹവാല ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അയാളുടെ വലംകൈയായ ഒരു സ്ത്രീയാണ്, നൈന. തന്ത്രശാലിയും അപകടകാരിയുമായ ഒരുവൾ. ആനന്ദ് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. മേനോനെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം അയാളുടെ നിഴലായ നൈനയെ സമീപിക്കുക. ആ കോട്ടയുടെ താക്കോൽ അവളുടെ കയ്യിലായിരിക്കും. ഇനി കളി ശാരീരികമായല്ല, ബുദ്ധി കൊണ്ടാണ്. ആനന്ദ് എന്ന കമാൻഡോയ്ക്ക് പകരം ആനന്ദ് എന്ന തന്ത്രജ്ഞൻ ജനിക്കുകയായിരുന്നു. അവൻ പുതിയൊരു മുഖംമൂടി അണിയാൻ തയ്യാറെടുത്തു. രാജേന്ദ്ര മേനോന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിവുള്ള ഒരു മുഖംമൂടി. ആനന്ദ് എന്ന കമാൻഡോയുടെ വേഷം അവൻ അഴിച്ചുവെച്ചു. പകരം ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ കോടികളുടെ ആസ്തിയുള്ള വിക്രം സിംഗ് എന്ന നിഗൂഢനായ നിക്ഷേപകൻ ജനിച്ചു. അവന്റെ ചലനങ്ങൾക്കും വാക്കുകൾക്കും ഒരു കോർപ്പറേറ്റ് ലോകത്തിന്റെ ഗൗരവം കൈവന്നു. വിലകൂടിയ സ്യൂട്ടുകളും വാടകയ്ക്കെടുത്ത ഒരു കറുത്ത മെഴ്സിഡസ് ബെൻസും കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സ്യൂട്ടും വിക്രമിന്റെ ലോകം പൂർണ്ണമാക്കി. സ്പെഷ്യൽ ഫോഴ്സിൽ നിന്ന് ലഭിച്ച പരിശീലനം അവനെ ഏതു സാഹചര്യത്തോടും ഇണങ്ങാൻ പഠിപ്പിച്ചിരുന്നു. പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് പരകായപ്രവേശം നടത്തുന്നത് അവന് എളുപ്പമായിരുന്നു. ഹവാല ഇടപാടുകാരുടെ ലോകത്ത് വിശ്വാസത്തേക്കാൾ വലുത് അത്യാഗ്രഹമാണ്. രാജേന്ദ്ര മേനോന്റെ സാമ്രാജ്യത്തിലേക്ക് കടക്കാനുള്ള താക്കോൽ നൈനയാണെങ്കിൽ അവളെ ആകർഷിക്കാനുള്ള ഇര പണമാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ നഗരത്തിലെ ചില ഇടനിലക്കാർ വഴി ഒരു സന്ദേശം കൈമാറി. ദുബായിൽ നിന്ന് വലിയൊരു ഫണ്ട് അനൗദ്യോഗികമായി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമുണ്ട്. വിശ്വസ്തരായവരെ വേണം. ആ സന്ദേശം എത്തേണ്ട കാതുകളിൽ തന്നെ എത്തുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. നൈന രാജേന്ദ്ര മേനോന്റെ സാമ്രാജ്യത്തിലെ രാജ്ഞിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിന് പിന്നിൽ ഉരുക്കിന്റെ കാഠിന്യമുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. കണക്കുകളിലും കള്ളപ്പണത്തിന്റെ സങ്കീർണമായ വഴികളിലും അവൾക്ക് അസാമാന്യമായ പാടവമുണ്ടായിരുന്നു. മേനോൻ അവളെ വിശ്വസിച്ചു, കാരണം അവളുടെ ഭൂതകാലം അയാൾക്ക് മാത്രമറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. തെരുവുകളിൽ നിന്ന് അയാൾ കണ്ടെത്തി വളർത്തി തന്റെ നിഴലാക്കി മാറ്റിയവളായിരുന്നു നൈന. അതുകൊണ്ട് അവളുടെ കൂറ് ചോദ്യം ചെയ്യപ്പെടാത്തതായിരുന്നു. വിക്രം സിംഗിനെക്കുറിച്ചുള്ള സന്ദേശം നൈനയുടെ ചെവിയിലുമെത്തി. അവൾ സംശയാലുവായിരുന്നു. അഗ്നിയുടെ ആക്രമണത്തിനു ശേഷം നഗരത്തിലെത്തുന്ന ഓരോ പുതിയ കളിക്കാരനെയും അവൾ സംശയത്തോടെയാണ് കണ്ടത്.
അവനെക്കുറിച്ച് അന്വേഷിക്കണം. അവൾ തന്റെ സഹായിക്ക് നിർദ്ദേശം നൽകി. അവന്റെ ദുബായിലെ ബിസിനസ്, അവന്റെ പശ്ചാത്തലം, എല്ലാം. ഒരു ചെറിയ പിഴവ് പോലും നമുക്ക് താങ്ങാനാവില്ല. അതേസമയം രാജേന്ദ്ര മേനോൻ വെറുതെയിരിക്കുകയായിരുന്നില്ല. അഗ്നിയെ കണ്ടെത്താൻ അയാൾ ഒരു പ്രൊഫഷണൽ ടീമിനെ വാടകയ്ക്കെടുത്തിരുന്നു. മുൻ സൈനികരും കൂലിപ്പട്ടാളക്കാരുമടങ്ങുന്ന ഒരു സംഘം. അതിന്റെ തലവൻ കേണൽ റാണ എന്നറിയപ്പെടുന്ന ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ നിയമങ്ങൾ കാടിൻ്റേതായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം നൈനയിൽ നിന്ന് വിക്രമിന് ആനന്ദിന് ഒരു കോൾ വന്നു. നഗരത്തിലെ ഒരു ഹൈ എൻഡ് റെസ്റ്റോറന്റിൽ വെച്ച് കാണാനായിരുന്നു നിർദ്ദേശം. ആനന്ദ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നൈന ഒരു ലാപ്ടോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അവൾ തലയുയർത്തി അവനെ നോക്കി. ആ നോട്ടം ഒരു എക്സ്റേ പോലെ അവന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാൻ ശ്രമിച്ചു. മിസ്റ്റർ വിക്രം സിംഗ്, അവൾ കൈ കൊടുക്കാതെ പറഞ്ഞു. നിങ്ങളുടെ ധൈര്യം സമ്മതിക്കണം. ഈ സമയത്ത് കൊച്ചിയിൽ ഇത്ര വലിയൊരു ഇടപാടിന് ശ്രമിക്കുന്നത് ഒന്നുകിൽ വിഡ്ഢിത്തമാണ്, അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസമാണ്. ആനന്ദ് ശാന്തമായി ചിരിച്ചു. ബിസിനസ്സിൽ സമയമല്ല, അവസരമാണ് പ്രധാനം, മിസ് നൈന. കൊച്ചിയിലിപ്പോൾ ഒരു ഒഴിവുണ്ടെന്ന് ഞാൻ കേട്ടു. അത് മുതലെടുക്കാനാണ് ഞാൻ വന്നത്. അവന്റെ മറുപടി അവളെ ആകർഷിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. എന്താണ് നിങ്ങളുടെ ഉറപ്പ്? എന്റെ ഉറപ്പ് പണമാണ്. ആനന്ദ് ഒരു ബ്രീഫ് കേസ് തുറന്നു. അതിൽ അടുക്കിവെച്ച പുതിയ നോട്ടുകെട്ടുകളുണ്ടായിരുന്നു. ഇതൊരു ചെറിയ തുടക്കം മാത്രം. 5 കോടി. ഇത് കൃത്യമായി എത്തേണ്ടിടത്ത് എത്തിയാൽ അടുത്തത് ഇതിന്റെ 10 ഇരട്ടിയായിരിക്കും. നൈന ഒരു നിമിഷം ആലോചിച്ചു. ഞങ്ങൾ ചെറിയ മീനുകളെ പിടിക്കാറില്ല, മിസ്റ്റർ സിംഗ്. എനിക്കും താൽപ്പര്യം സ്രാവുകളെയാണ്, ആനന്ദ് പറഞ്ഞു. ഈ പണം നിങ്ങളുടെ ബോസ് രാജേന്ദ്ര മേനോനുള്ള എന്റെ വിസിറ്റിംഗ് കാർഡാണ്. മേനോന്റെ പേര് കേട്ടപ്പോൾ നൈനയുടെ മുഖം മാറി. ഇവൻ വെറുമൊരു ഇടപാടുകാരനല്ലെന്ന് അവൾക്ക് മനസ്സിലായി. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. തൃപ്തികരമാണെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം. അവൾ എഴുന്നേറ്റു. ആദ്യത്തെ ചുവട് വിജയിച്ചുവെന്ന് ആനന്ദ് തിരിച്ചറിഞ്ഞു. സംശയത്തിന്റെ വിത്ത് വിതച്ചെങ്കിലും അത്യാഗ്രഹത്തിന്റെ വെള്ളം അതിനെ മുളപ്പിക്കുമെന്ന് അവനുറപ്പായിരുന്നു. ACP സക്രിയയുടെ ടീം മേനോന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സാമ്പത്തിക രേഖകൾ പരിശോധിക്കുകയായിരുന്നു. പക്ഷേ എല്ലാം നിയമപരമായി ശരിയായിരുന്നു. ഓരോ ഇടപാടും വെളുത്ത കടലാസിൽ എഴുതപ്പെട്ടിരുന്നു. അവൻ മിടുക്കനാണ്, സക്കറിയ തന്റെ ടീമിനോട് പറഞ്ഞു. അവന്റെ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് ഈ കടലാസുകളിൽ കണ്ടെത്താനാവില്ല. അതൊഴുകുന്നത് ഡിജിറ്റൽ ലോകത്തിലൂടെയാണ്. സക്കറിയ ഒരു സൈബർ ഫോറൻസിക് വിദഗ്ധന്റെ സഹായം തേടാൻ തീരുമാനിച്ചു. അതേസമയം കേണൽ റാണയും സംഘവും നഗരത്തിൽ തങ്ങളുടെ വേട്ട തുടങ്ങിയിരുന്നു. അവർക്ക് പോലീസിനേക്കാൾ വലിയ നെറ്റ്വർക്കുണ്ടായിരുന്നു. അവർ അഗ്നിയുടെ ഓരോ നീക്കവും വിശകലനം ചെയ്തു. മുരുകനെ കൊന്ന രീതി, വർഗീസിനെ പിടികൂടിയ തന്ത്രം. ഇതൊരു സാധാരണ പ്രതികാരമല്ല, ഇതൊരു സൈനിക ഓപ്പറേഷൻ പോലെയാണ്, റാണ തന്റെ ടീമിനോട് പറഞ്ഞു. നമ്മൾ തിരയുന്നത് ഒരു സാധാരണ കുറ്റവാളിയെയല്ല. നമ്മൾ തിരയുന്നത് നമ്മളെപ്പോലെ പരിശീലനം ലഭിച്ച ഒരുവനെയാണ്. റാണയുടെ അന്വേഷണം പതിയെ ആർമി രേഖകളിലേക്ക് നീണ്ടു. പാരാ സ്പെഷ്യൽ ഫോഴ്സിൽ നിന്ന് കാണാതായ സൈനികരുടെ ലിസ്റ്റ് അയാൾ പരിശോധിക്കാൻ തുടങ്ങി. പതിയെ ആനന്ദ് എന്ന പേരിനു ചുറ്റും അയാളുടെ സംശയത്തിന്റെ വല മുറുകുകയായിരുന്നു. കളിയുടെ നിയമങ്ങൾ മാറിയിരിക്കുന്നു. ഒരു വശത്ത് നിയമത്തിന്റെ വഴിയിലൂടെ പോകുന്ന സക്കറിയ, മറുവശത്ത് കാട്ടുനീതി നടപ്പാക്കാൻ വന്ന റാണ. ഇതിനെല്ലാം നടുവിൽ പുതിയൊരു മുഖംമൂടിയണിഞ്ഞ് ചെന്നായയുടെ മടയിലേക്ക് നടന്നു കയറുന്ന ആനന്ദ്. ദിവസങ്ങൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം നൈന വീണ്ടും വിളിച്ചു. ഇത്തവണ അവളുടെ ശബ്ദത്തിന് കൂടുതൽ ഗൗരവമുണ്ടായിരുന്നു. മിസ്റ്റർ സിംഗ്, നിങ്ങളുടെ ക്ഷമയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കുള്ള ഒരു ചെറിയ പരീക്ഷണമുണ്ട്. ഞങ്ങളുടെ ഒരു എതിരാളി അൻവർ കുറച്ചുകാലമായി ഞങ്ങൾക്ക് തലവേദനയാണ്. ഞങ്ങളുടെ ചില ഇടപാടുകൾ അയാൾ ചോർത്തുന്നു. അയാളുടെ കയ്യിൽ ഞങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അത് ഞങ്ങൾക്ക് വേണം. പണം ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് കഴിവുകൾ ഉപയോഗിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. ആ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലെത്തിയാൽ രാജേന്ദ്ര മേനോന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കും. ഇതൊരു കെണിയാണെന്ന് ആനന്ദിന് അറിയാമായിരുന്നു. അൻവർ എന്നൊരാൾ ഒരുപക്ഷേ ഉണ്ടാകണമെന്നില്ല. ഉണ്ടായാൽ തന്നെ ആ ലാപ്ടോപ്പ് ഒരു പ്രഹസനമായിരിക്കും. അവരുടെ യഥാർത്ഥ ലക്ഷ്യം വിക്രം സിംഗിന്റെ കഴിവുകൾ അളക്കുകയാണ്. അയാൾ പോലീസിന്റെ ആളാണോ അതോ മറ്റാരുടെയെങ്കിലും ചാരനാണോ എന്നറിയാനുള്ള പരീക്ഷണം. സ്ഥലവും സമയവും പറയൂ, ആനന്ദ് ശാന്തമായി മറുപടി നൽകി. അവർ പറഞ്ഞുകൊടുത്ത വിലാസം നഗരത്തിലെ
ഒരു പഴയ ഗോഡൌൺ ആയിരുന്നു. ആനന്ദ് വിക്രം സിംഗിന്റെ സ്യൂട്ട് അഴിച്ചുവെച്ച് വീണ്ടും പഴയ കമാൻഡോയുടെ വേഷമണിഞ്ഞു. നിഴലുകളെ കൂട്ടുപിടിച്ച് അവൻ ആ ഗോഡൌണിലേക്ക് കടന്നു. അതൊരു കെണി തന്നെയായിരുന്നു. അകത്ത് അൻവറിനു പകരം നൈനയുടെ 4 ഗുണ്ടകളാണ് അവനെ കാത്തിരുന്നത്. അവർ അവനെ വളഞ്ഞു. ലാപ്ടോപ്പ് എവിടെ? ആനന്ദ് ഗൗരവത്തിൽ ചോദിച്ചു. അതിനു മുൻപ് നീയരാണെന്ന് ഞങ്ങൾ അറിയണം, അവരുടെ തലവൻ പറഞ്ഞു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ അവിടെ നടന്നത് ഒരു സൈനിക ഓപ്പറേഷന്റെ വേഗതയുള്ള പോരാട്ടമായിരുന്നു. സ്പെഷ്യൽ ഫോഴ്സിൽ പഠിച്ച അടവുകൾക്ക് മുന്നിൽ ആ ഗുണ്ടകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആനന്ദ് അവരെ കീഴ്പ്പെടുത്തി, പക്ഷെ കൊന്നില്ല. അവരുടെ തലവന്റെ കയ്യിൽ അവനൊരു പെൻഡ്രൈവ് വെച്ചുകൊടുത്തു. ഇത് നിങ്ങളുടെ രാജ്ഞിക്ക് കൊടുക്കുക. ലാപ്ടോപ്പിലെ വിവരങ്ങൾ ഇതിലുണ്ട്. ഇനി എന്നെ പരീക്ഷിക്കാൻ വരരുത്. അവൻ ഇരുട്ടിൽ അപ്രത്യക്ഷനായി. നൈന ആ പെൻഡ്രൈവ് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടി. അതിൽ അൻവറിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നില്ല. പകരം നൈനയുടെ തന്നെ ചില രഹസ്യ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളായിരുന്നു. മേനോൻ അറിയാതെ അവൾ നടത്തിയ ചില ഇടപാടുകൾ. അതോടൊപ്പം ഒരു സന്ദേശവും: എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കളിയും അവസാനിപ്പിക്കാം. പക്ഷേ എന്റെ ലക്ഷ്യം അതല്ല. ഒന്നിച്ച് കളിക്കാം, അല്ലെങ്കിൽ നിങ്ങളെയും കളിയിൽ നിന്ന് പുറത്താക്കാം. നൈന വിയർത്തു. വിക്രം സിംഗ് ഒരു സാധാരണ കളിക്കാരനല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൻ അപകടകാരിയാണ്, പക്ഷെ അവനെ കൂടെ നിർത്തുന്നത് ഗുണകരമാണെന്നും അവൾക്ക് തോന്നി. കേണൽ റാണയുടെ അന്വേഷണം ആനന്ദിന്റെ പഴയ സൈനിക യൂണിറ്റിലെത്തി. അവിടെ നിന്ന് ആനന്ദിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന, ഇപ്പോൾ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് കേരളത്തിൽ താമസിക്കുന്ന ജയൻ എന്നൊരാളെക്കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു. അഗ്നിയെ പിടിക്കാനുള്ള വഴി ജയനിലൂടെയാണെന്ന് റാണ ഉറപ്പിച്ചു. അതേസമയം ACP സക്കറിയയുടെ സൈബർ വിദഗ്ധൻ മേനോന്റെ ഡിജിറ്റൽ സാമ്രാജ്യത്തിന്റെ കോട്ടയിൽ ഒരു വിള്ളൽ കണ്ടെത്തി. ദുബായിലെ ഒരു സെർവറിലേക്ക് തുടർച്ചയായി പോകുന്ന എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റാ പാക്കറ്റുകൾ. അത് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഹവാല ശൃംഖലയുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും. പക്ഷേ അതിന് സമയമെടുക്കും. സക്കറിയയും റാണയും 2 വ്യത്യസ്ത വഴികളിലൂടെ ഒരേ സത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഒരാൾ നിയമത്തിന്റെ വെളിച്ചത്തിലൂടെയും മറ്റൊരാൾ ഇരുട്ടിന്റെ മറവിലൂടെയും. വിക്രം സിംഗായി അഭിനയിക്കുന്നതിനിടയിൽ ഒരു ദിവസം രാത്രി ആനന്ദ് നഗരത്തിലൂടെ കാറോടിച്ചു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറിയ വീടിനു മുന്നിൽ ഒരു ബാങ്കിന്റെ ജപ്തി നോട്ടീസ് പതിക്കുന്നു. അകത്തുനിന്ന് ഒരു സ്ത്രീയുടെയും കുട്ടികളുടെയും കരച്ചിൽ. ആ കാഴ്ച അവനെ 15 വർഷം പിന്നോട്ട് കൊണ്ടുപോയി. അവന്റെ ഉള്ളിലെ പ്രതികാരത്തിന്റെ തീ ഒരു നിമിഷം അണഞ്ഞു. പകരം ആഴത്തിലുള്ള വേദന നിറഞ്ഞു. അവൻ കാർ നിർത്തി. പിറ്റേന്ന് രാവിലെ ആ കുടുംബത്തിന് ബാങ്കിലടക്കാനുള്ള മുഴുവൻ തുകയും ഒരു അജ്ഞാതൻ ഓൺലൈനായി അടച്ചതായി സന്ദേശം ലഭിച്ചു. അതോടൊപ്പം ഒരു കുറിപ്പും: പ്രതീക്ഷ കൈവിടരുത്. തന്റെ ലക്ഷ്യം പ്രതികാരം മാത്രമല്ല, താൻ അനുഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് ആനന്ദ് സ്വയം പറഞ്ഞു. ആ സംഭവം അവന്റെ ഉള്ളിലെ മനുഷ്യനെ ഉണർത്തി. നൈനയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ രാജേന്ദ്ര മേനോൻ ചിരിച്ചു. അവൻ കൊള്ളാമല്ലോ, അപകടകാരിയാണ്, പക്ഷെ നമുക്ക് ഉപകാരപ്പെടും. അവനെ ഇങ്ങോട്ട് ക്ഷണിക്കൂ, എന്റെ ഫാം ഹൗസിലേക്ക്. വിക്രം സിംഗിനെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ആനന്ദ് കാത്തിരുന്ന ആ ക്ഷണം ഒടുവിൽ അവനെ തേടിയെത്തി. നഗരത്തിന് പുറത്തുള്ള കനത്ത സുരക്ഷയുള്ള ഒരു കോട്ട പോലെയുള്ള മേനോന്റെ ഫാം ഹൗസിലേക്കായിരുന്നു ക്ഷണം. അവൻ തന്റെ കറുത്ത മെഴ്സിഡസിൽ അങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ അവന്റെ മനസ്സ് ശാന്തമായിരുന്നു. ചെന്നായയുടെ മടയിലേക്കല്ല, സിംഹത്തിന്റെ ഗുഹയിലേക്കാണ് താൻ പോകുന്നതെന്ന് അവനറിയാമായിരുന്നു. ഒരു ചെറിയ പിഴവ് മതി എല്ലാം അവസാനിക്കാൻ. അവൻ ഫാം ഹൗസിന്റെ വലിയ ഗേറ്റുകൾ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ പൂന്തോട്ടത്തിലെ ഒരു കസേരയിൽ ലോകം തന്റെ കാൽക്കീഴിലാണെന്ന ഭാവത്തോടെ രാജേന്ദ്ര മേനോൻ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. 15 വർഷമായി തന്റെ ഉറക്കം കെടുത്തിയ ആ മുഖം ആനന്ദ് നേരിൽ കാണുകയായിരുന്നു. അവന്റെ സിരകളിലെ രക്തം തിളച്ചുമറിഞ്ഞു. പക്ഷേ വിക്രം സിംഗിന്റെ മുഖത്ത് സൗഹൃദപരമായ ഒരു പുഞ്ചിരി വിടർന്നു. കളി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. രാജേന്ദ്ര മേനോന്റെ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു ചെന്നായയുടെ ക്രൗര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആനന്ദിനറിയാമായിരുന്നു. അയാൾ ആനന്ദിനെ കസേരയിലേക്ക് ക്ഷണിച്ചു. മിസ്റ്റർ വിക്രം സിംഗ്, കൊച്ചിയിലേക്ക് സ്വാഗതം. നൈന നിങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. മേനോൻ സംഭാഷണം ആരംഭിച്ചു. നല്ല കാര്യങ്ങൾ കേൾക്കാനല്ല, നല്ല ബിസിനസ് ചെയ്യാനാണ് ഞാൻ വന്നത്, മിസ്റ്റർ മേനോൻ. ആനന്ദ് അതേ നാണയത്തിൽ മറുപടി നൽകി. മേനോൻ ഉറക്കെ ചിരിച്ചു. ധൈര്യമുള്ള ചെറുപ്പക്കാരെ എനിക്കിഷ്ടമാണ്.
നിങ്ങൾക്കറിയാമോ, ഈ നഗരത്തിൽ ഇപ്പോൾ ഒരു അഗ്നിയെക്കുറിച്ച് സംസാരമുണ്ട്. നിയമം കയ്യിലെടുക്കുന്ന ഒരുവൻ. അവനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊരു പരീക്ഷണമായിരുന്നു. ആനന്ദിന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം ഉയർന്നു. പക്ഷേ അവൻ അത് പുറത്തു കാണിച്ചില്ല. ഓരോ പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ടാകും മിസ്റ്റർ മേനോൻ. ചിലപ്പോൾ സിസ്റ്റം പരാജയപ്പെടുമ്പോൾ വ്യക്തികൾ ഉണരും. ബിസിനസ്സിലും അങ്ങനെ തന്നെ. അവന്റെ മറുപടി മേനോൻ ഇഷ്ടപ്പെട്ടു. നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. 100 കോടി ദുബായിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് സാധിക്കുമോ? പക്ഷേ ഒരു നിബന്ധനയുണ്ട്. പണം കൈമാറുന്നത് എൻ്റെ ഈ ഫാം ഹൗസിൽ വെച്ചായിരിക്കും, എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ. അതൊരു കെണിയാണ്. പണം കൈമാറുന്ന നിമിഷം തന്നെ ഇല്ലാതാക്കാനാണ് മേനോന്റെ പദ്ധതിയെന്ന് ആനന്ദിന് മനസ്സിലായി. പക്ഷേ ആ കോട്ടയ്ക്കുള്ളിൽ ഒരിക്കൽ കൂടി കടന്നുപറ്റാനുള്ള അവസരമായാണ് അവൻ അതിനെ കണ്ടത്. മേനോന്റെ സാമ്രാജ്യത്തിന്റെ ഹൃദയമായ സെർവർ റൂം ആ ഫാം ഹൗസിലാണ്. നിങ്ങളുടെ നിബന്ധനകൾ എനിക്ക് അംഗീകാരമാണ്. ആനന്ദ് കൈകൊടുത്തു. ആ കൈകുലുക്കലിൽ 15 വർഷത്തെ പകയുടെ ഭാരമുണ്ടായിരുന്നു. അധ്യായം 30. സുഹൃത്തിനുമേൽ പതിക്കുന്ന നിഴൽ. കേണൽ റാണയുടെ ടീം ആനന്ദിന്റെ സുഹൃത്തായ ജയന്റെ വീട് കണ്ടെത്തി. അവർ നേരിട്ട് ആക്രമിച്ചില്ല. പകരം ജയന്റെ ഓരോ നീക്കവും അവർ നിരീക്ഷിച്ചു. അവന്റെ ഫോൺ കോളുകൾ, അവന്റെ യാത്രകൾ. ഒരു ദിവസം രാത്രി ജയന്റെ വീട്ടിലേക്ക് റാണയുടെ ആളുകൾ അതിക്രമിച്ചു കയറി. അവർ അവനെ കീഴ്പ്പെടുത്തി. നിന്റെ സുഹൃത്തെവിടെ ആനന്ദ്? റാണ അവന്റെ മുഖത്തിന് നേരെ തോക്ക് ചൂണ്ടി ചോദിച്ചു. ജയനൊന്നും മിണ്ടിയില്ല. സൈന്യത്തിലെ സൗഹൃദത്തിന് മരണത്തേക്കാൾ വിലയുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. നീ പറയില്ല അല്ലേ? റാണ ചിരിച്ചു. പക്ഷേ അവൻ നിന്നെ തേടി വരും. നിന്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞാൽ അവൻ എവിടെയാണെങ്കിലും പാഞ്ഞെത്തും. ഞങ്ങൾ അവനായി ഇവിടെ കാത്തിരിക്കും. അവർ ജയനെ അവന്റെ വീട്ടിൽ തന്നെ തടവിലാക്കി. അതൊരു ജീവനുള്ള കെണിയായി മാറി. ACP സക്കറിയയുടെ ഓഫീസിൽ സൈബർ വിദഗ്ധൻ ആവേശത്തോടെ ഓടിയെത്തി. സാർ, നമ്മളത് ഡീക്രിപ്റ്റ് ചെയ്തു. ഒരു ചെറിയ ഭാഗം. അടുത്ത വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് കൊച്ചി തുറമുഖത്തിനടുത്തുള്ള ഒരു പഴയ വെയർഹൗസിന്റെ കോഓർഡിനേറ്റ്സാണ് അതിലുള്ളത്. അതൊരു വലിയ ഹവാല പണമിടപാടിന്റെ സ്ഥലമാണ്. സക്കറിയയുടെ കണ്ണുകൾ തിളങ്ങി. ഒടുവിൽ മേനോനെ പൂട്ടാനുള്ള ഒരു വഴി തെളിഞ്ഞിരിക്കുന്നു. ടീമിനെ തയ്യാറാക്കുക. അന്ന് രാത്രി നമ്മൾ ആ വെയർഹൗസ് വളയും. പക്ഷേ ഒരു സംശയം അയാളുടെ മനസ്സിൽ ബാക്കിരുന്നു. മേനോനെപ്പോലൊരു കുറുക്കൻ ഇത്ര എളുപ്പത്തിൽ പിടികൊടുക്കുമോ? അതോ ഇതും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണോ? ആനന്ദ് മേനോന്റെ ഇടപാടിന് സമ്മതം മൂളി. അവന്റെ യഥാർത്ഥ ലക്ഷ്യം പണമല്ല, ഡാറ്റയാണെന്ന് അവൻ അറിയാമായിരുന്നു. മേനോന്റെ സെർവറിലുള്ള വിവരങ്ങൾ, ഹവാല ഇടപാടുകളുടെ മുഴുവൻ കണക്കുകളും, അയാൾ പണം നൽകുന്ന രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ലിസ്റ്റും. അത് ലഭിച്ചാൽ മേനോന്റെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. അവൻ നൈനയെ വിളിച്ചു. എനിക്ക് ഫാം ഹൗസിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ ബ്ലൂപ്രിന്റ് വേണം. നൈന ഞെട്ടി. അതെന്തിനാണ്? നമ്മൾ രണ്ടുപേരും ഈ കളിയിൽ നിന്ന് ജീവനോടെ പുറത്തു വരണമെങ്കിൽ എനിക്ക് ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ രഹസ്യങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന് മറക്കരുത്. ആനന്ദ് അവളെ ഭീഷണിപ്പെടുത്തി. നൈനയുടെ ഉള്ളിൽ സംഘർഷം നടക്കുകയായിരുന്നു. മേനോനോടുള്ള കൂറോ അതോ സ്വന്തം നിലനിൽപ്പോ? അവൾ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. രഹസ്യമായി അവൾ ഫാം ഹൗസിന്റെ സുരക്ഷാ വിവരങ്ങൾ ആനന്ദിന് കൈമാറി. ആനന്ദ് എന്ന വിക്രം സിംഗ് ചെകുത്താനുമായുള്ള കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ജയന്റെ വീട്ടിൽ നിന്ന് ആനന്ദിന് ഒരു കോൾ വന്നു. അത് ജയനായിരുന്നു. പക്ഷേ അവന്റെ ശബ്ദം പതറിയിരുന്നു. ആനന്ദ്, എനിക്കൊന്ന് കാണണം. പഴയ ചില കാര്യങ്ങൾ സംസാരിക്കാൻ. അതൊരു സാധാരണ സംഭാഷണമല്ലെന്ന് ആനന്ദിന് മനസ്സിലായി. സൈന്യത്തിൽ വെച്ച് അവർ ഒരുമിച്ചുണ്ടാക്കിയ ഒരു കോഡ് ഭാഷയുണ്ടായിരുന്നു. ജയൻ സംസാരിച്ചതിനിടയിൽ ആ കോഡ് വാക്കുകൾ ഉപയോഗിച്ചു. ചുവന്ന മഴ. അതിന്റെ അർത്ഥം ഞാൻ അപകടത്തിലാണ്, കെണി എന്നായിരുന്നു. ആനന്ദിന്റെ ലോകം സ്തംഭിച്ചു. ഒരു വശത്ത് തന്റെ ജീവന്റെ ഭാഗമായ സുഹൃത്ത്, മറുവശത്ത് വർഷങ്ങളായി താൻ കാത്തിരുന്ന പ്രതികാരത്തിന്റെ അവസാന ഘട്ടം. രണ്ടും നടക്കേണ്ടത് ഒരേ രാത്രിയിലാണ്, വെള്ളിയാഴ്ച. ആനന്ദ് റിട്ടയർഡ് കോൺസ്റ്റബിൾ ചന്ദ്രനെ വിളിച്ചു. എനിക്കൊരു സഹായം വേണം. അവൻ തന്റെ പദ്ധതി വിശദീകരിച്ചു. ജയനെ രക്ഷിക്കണം. അതേസമയം മേനോന്റെ സെർവറിലെ വിവരങ്ങൾ ചോർത്തുകയും വേണം. വെള്ളിയാഴ്ച രാത്രി ആനന്ദ് വിക്രം സിംഗിന്റെ വേഷത്തിൽ മേനോന്റെ ഫാം ഹൗസിലെത്തി. അവന്റെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു.
അതേസമയം ചന്ദ്രൻ ഒരു പഴയ സ്കൂട്ടറിൽ ജയന്റെ വീടിനടുത്തുള്ള ട്രാൻസ്ഫോർമറിന് സമീപമെത്തി. ആനന്ദ് നൽകിയ നിർദ്ദേശപ്രകാരം കൃത്യം പകൽ 9 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് അദ്ദേഹം ആ പ്രദേശത്തെ മുഴുവൻ വൈദ്യുതിയും വിച്ഛേദിച്ചു. പ്രദേശം മുഴുവൻ ഇരുട്ടിലായ നിമിഷം ആനന്ദ് തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. റാണയുടെ സംഘം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന ആ നിമിഷങ്ങളുടെ മറവിൽ നിഴലുകളെ കൂട്ടുപിടിച്ച് ആനന്ദ് ജയന്റെ വീട്ടിലേക്ക് കടന്നു. അവിടെ റാണയുടെ ഗുണ്ടകളുമായി ഒരു നിശബ്ദ യുദ്ധം നടന്നു. അവൻ ജയനെ മോചിപ്പിച്ചു. "നീയെങ്ങനെ അറിഞ്ഞു?" ജയൻ ചോദിച്ചു. "നമ്മുടെ സൗഹൃദം മറക്കാൻ എനിക്ക് കഴിയില്ല," ആനന്ദ് പറഞ്ഞു. "ഇനി നീ സുരക്ഷിതമായ ഒരിടത്തേക്ക് പോകണം. എന്റെ യുദ്ധം അജു തീർന്നിട്ടില്ല." ജയനെ രക്ഷപ്പെടുത്തിയ ശേഷം ആനന്ദ് മിന്നൽ വേഗത്തിൽ മേനോന്റെ ഫാം ഹൗസിലേക്ക് മടങ്ങിയെത്തി. വൈദ്യുതി മുടങ്ങിയത് നഗരത്തിലെ ഒരു സാധാരണ പ്രശ്നമായി മേനോനും സംഘവും കരുതി. പണം കൈമാറാനുള്ള സമയം അടുത്തു. ആനന്ദ് മേനോന്റെ ഓഫീസിലേക്ക് നടന്നു. നൈന നൽകിയ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് സെർവർ റൂം ആ ഓഫീസിന്റെ തൊട്ടടുത്തായിരുന്നു. "പണം എവിടെ?" മേനോൻ ചോദിച്ചു. "വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ആളുകൾ പുറത്തുണ്ട്. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു ഉറപ്പു വേണം," ആനന്ദ് പറഞ്ഞു. അവൻ മേനോനുമായി മനഃപൂർവ്വം ഒരു തർക്കമുണ്ടാക്കി സമയം വൈകിപ്പിക്കുകയായിരുന്നു. ആ തർക്കത്തിനിടയിൽ അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ലൈറ്റർ താഴെയിട്ടു. അത് കുനിഞ്ഞെടുക്കുന്ന വ്യാജേന അവൻ മേശയ്ക്കടിയിൽ ഒരു ചെറിയ ഉപകരണം ഘടിപ്പിച്ചു. അത് മേനോന്റെ സെർവർ നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറി ഡാറ്റ കോപ്പി ചെയ്യാൻ ശേഷിയുള്ള ഒരു ഹൈടെക് ഡിവൈസായിരുന്നു. ഡാറ്റ കോപ്പി ചെയ്യാൻ കൃത്യം 10 മിനിറ്റ് വേണം. കൗണ്ട് ഡൗൺ ആരംഭിച്ചു. കൃത്യം 10 മണിക്ക് ACP സക്കറിയയും സംഘവും കൊച്ചി തുറമുഖത്തെ വെയർഹൌസ് വളഞ്ഞു. അവർ അകത്തേക്ക് ഇരച്ചുകയറിയപ്പോൾ കണ്ടത് കുറച്ച് ട്രക്കുകളും സാധാരണ ജോലിക്കാരെയുമാണ്. ഹവാല പണത്തിന്റെ ഒരു തുമ്പ് പോലും അവിടെയില്ലായിരുന്നു. "ഡാമിറ്റ്, ഇതൊരു കെണിയായിരുന്നു," സക്കറിയ അലറി. മേനോൻ അവരെ തെറ്റായ ദിശയിലേക്ക് നയിച്ചതാണ്. യഥാർത്ഥ ഇടപാട് നടക്കുന്നത് മറ്റെവിടെയോ ആണ്. അതേസമയം ജയന്റെ വീട്ടിൽ നിന്ന് ആനന്ദ് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയ കേണൽ റാണ കോപം കൊണ്ട് വിറച്ചു. അഗ്നിയുടെ ബുദ്ധിക്ക് മുന്നിൽ താൻ പരാജയപ്പെട്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾക്ക് മേനോന്റെ ഫോൺ കോൾ വന്നു. "റാണ, ആ വിക്രം സിംഗ് ഒരു ചതിയനാണ്. അവൻ എന്റെ ഫാം ഹൗസിലുണ്ട്. അവനെ ജീവനോടെ എനിക്ക് വേണ്ട. തീർത്തേക്ക്." റാണയും സംഘവും ഫാം ഹൗസിലേക്ക് കുതിച്ചു. ഫാം ഹൗസിനുള്ളിൽ ആനന്ദിന്റെ ഉപകരണം ഡാറ്റ കോപ്പി ചെയ്യുന്നത് 99% പൂർത്തിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മേനോന് അപകടം മണത്തു. അയാൾ തന്റെ തോക്കെടുത്തു. "നീ ആരാണെന്നെനിക്കറിയാം ആനന്ദ്. നിന്റെ കളി കഴിഞ്ഞു." അതേ നിമിഷം ഓഫീസിന്റെ വാതിൽ ചവിട്ടി തുറന്ന് കേണൽ റാണയും സംഘവും അകത്തേക്ക് ഇരച്ചുകയറി. അവരുടെ തോക്കുകൾ ആനന്ദിന് നേരെയായിരുന്നു. ഒരു വശത്ത് മേനോൻ, മറുവശത്ത് റാണയുടെ കൂലിപ്പട്ടാളം. എല്ലാ രക്ഷപ്പെടാനുള്ള വഴികളും അടഞ്ഞുകൊണ്ട് ആനന്ദ് ആ മുറിയിൽ ഒറ്റപ്പെട്ടു. അവന്റെ പ്രതികാരത്തിന്റെ അവസാന നിമിഷങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങിയിരുന്നു. മുറിയിലെ സമയം ഒരു നിമിഷം നിശ്ചലമായി. ആനന്ദിന്റെ ശ്വാസം അടക്കിപ്പിടിച്ചുള്ള കാത്തിരിപ്പ്, മേനോന്റെ മുഖത്തെ വിജയഭാവം, റാണയുടെ കണ്ണുകളിലെ വേട്ടയാടാനുള്ള ആവേശം, എല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ ഒതുങ്ങി. എല്ലാ വഴികളും അടഞ്ഞു. "ആനന്ദ്," മേനോൻ പുച്ഛത്തോടെ പറഞ്ഞു, "നിന്റെ പ്രതികാരം ഇവിടെ തീരുന്നു." റാണയുടെ വിരൽ തോക്കിന്റെ കാഞ്ചിയിൽ അമർന്നു. പക്ഷേ ആ നിമിഷം ആനന്ദിന്റെ സ്മാർട്ട് വാച്ചിൽ ഒരു നേർത്ത വൈബ്രേഷൻ അനുഭവപ്പെട്ടു. ഒരു ചെറിയ പച്ച ലൈറ്റ് തെളിഞ്ഞു. ഡാറ്റ ട്രാൻസ്ഫർ 100% പൂർത്തിയായിരിക്കുന്നു. അവന്റെ ചുണ്ടിൽ നേർത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു. കളി തുടങ്ങിയിട്ടേയുള്ളൂ മേനോൻ. റാണ വെടിയുതിർക്കാൻ തുടങ്ങിയതും മുറിയുടെ മറ്റൊരു വാതിൽ തുറന്ന് നൈന അകത്തേക്ക് വന്നു. അവളുടെ കയ്യിലും ഒരു തോക്കുണ്ടായിരുന്നു. പക്ഷേ അത് ആനന്ദിന് നേരെയായിരുന്നില്ല. "റാണ, അവനെ ഒന്നും ചെയ്യരുത്." നൈനയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. മേനോനും റാണയും ഒരുപോലെ ഞെട്ടി. "നൈന, നീ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്?" മേനോൻ അലറി. "ഞാൻ സംരക്ഷിക്കുന്നത് എന്റെ ഭാവിയെയാണ്," അവൾ പറഞ്ഞു. "നിങ്ങളുടെ കൂടെ നിന്നാൽ എന്റെ അവസാനവും വർഗീസിനെ പോലെയായിരിക്കും. പക്ഷെ വിക്രം സിംഗിനൊപ്പം എനിക്കൊരു പുതിയ തുടക്കമുണ്ട്." അവൾ റാണയുടെ സംഘത്തിലെ ഒരാളുടെ കാലിന് നേരെ വെടിവെച്ചു. മുറിയിൽ ബഹളവും വെടിവെപ്പും തുടങ്ങി. ആരും പ്രതീക്ഷിക്കാത്ത ആ നീക്കം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി. നൈനയുടെ ഈ ചതി റാണയെയും മേനോനെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു. ആ ആശയക്കുഴപ്പത്തിന്റെ മറവിൽ ആനന്ദ് ഒരു മിന്നലായി മാറി. അവൻ മേശയ്ക്ക് പിന്നിൽ മറഞ്ഞു.
റാണയുടെ ആളുകൾ നൈനയ്ക്ക് നേരെയും ആനന്ദിന് നേരെയും വെടിയുതിർത്തു. അതൊരു യുദ്ധക്കളമായി മാറി. ആനന്ദ് ഒരു കമാൻഡോയുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുത്തു. അവൻ റാണയുടെ ആളുകളെ ഓരോരുത്തരായി കീഴ്പ്പെടുത്തി. അവന്റെ ലക്ഷ്യം കൊല്ലുക എന്നതായിരുന്നില്ല, രക്ഷപ്പെടുക എന്നതായിരുന്നു. അവൻ മേനോന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഒരു മറയായി നിർത്തി. എല്ലാവരും തോക്ക് താഴെയിടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി മരിക്കും, ആനന്ദ് അലറി. റാണ ഒരു നിമിഷം പതറി. മേനോനെ ജീവനോടെ വേണമെന്നായിരുന്നു ഓർഡർ. ആനന്ദ് ആ അവസരം മുതലെടുത്തു. അവൻ മേനോനെയും കൊണ്ട് മുറിക്ക് പുറത്തേക്ക് കുതിച്ചു. നൈനയുടെ സഹായത്തോടെ ആനന്ദ് ഫാം ഹൗസിന്റെ രഹസ്യവഴിയിലൂടെ പുറത്തെത്തി. റാണയും സംഘവും അവർക്ക് പിന്നാലെ പാഞ്ഞു. അതൊരു ഭ്രാന്തൻ കാർ ചേസിന്റെ തുടക്കമായിരുന്നു. നഗരത്തിന് പുറത്തുള്ള വിജനമായ റോഡുകളിലൂടെ ആനന്ദിന്റെ കാർ ചീറിപ്പാഞ്ഞു. പിന്നാലെ റാണയുടെ വാഹനങ്ങളും. വെടിയുണ്ടകൾ കാറിന്റെ ചില്ലുകൾ തകർത്തു. പക്ഷേ ആനന്ദിന്റെ ഡ്രൈവിംഗ് സ്കില്ലിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൻ അതിവിദഗ്ധമായി ഒരു പഴയ പാലത്തിലേക്ക് കാർ വെട്ടിച്ചു കയറ്റി. റാണയുടെ വാഹനങ്ങൾ അവരെ പിന്തുടർന്നു. പാലത്തിന്റെ മധ്യത്തിൽ വെച്ച് ആനന്ദ് കാർ നിർത്തി മേനോനെയും കൊണ്ട് പുറത്തിറങ്ങി. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല, റാണ തോക്ക് ചൂണ്ടിപ്പറഞ്ഞു. ആനന്ദ് ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ഒരു റിമോട്ട് അമർത്തി. അവൻ കാറിൽ നേരത്തെ ഘടിപ്പിച്ചിരുന്ന ചെറിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു. കാർ ഒരു അഗ്നിഗോളമായി മാറി പാലത്തിന്റെ ഒരു ഭാഗം തകർത്തു. റാണയ്ക്കും സംഘത്തിനും മുന്നോട്ടു വരാനുള്ള വഴി അടഞ്ഞു. പുഴയുടെ മറുകരയിൽ ആനന്ദ് മേനോനെയും കൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞു. ആനന്ദ് രാജേന്ദ്ര മേനോനെ വലിച്ചിഴച്ചു കൊണ്ടുപോയത് തന്റെ കത്തിക്കരിഞ്ഞ പഴയ വീടിന്റെ മുറ്റത്തേക്കായിരുന്നു. ഇവിടെ വെച്ചാണ് നീ എന്റെ ലോകം തകർത്തത്, ആനന്ദ് പറഞ്ഞു. ഇവിടെ വെച്ച് തന്നെ നിന്റെ ലോകം തകരുന്നത് നീ കാണണം. അവൻ മേനോനെ ആ കരിപിടിച്ച തറയിലേക്ക് തള്ളി. അതേസമയം ആനന്ദിന്റെ സെർവറിൽ നിന്ന് കോപ്പി ചെയ്ത ഡാറ്റ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു. പ്രമുഖ വാർത്താ ചാനലുകളുടെ ഓഫീസുകളിലേക്ക്, ACP സക്കറിയയുടെ പേഴ്സണൽ ഇമെയിലിലേക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രഹസ്യ സെർവറുകളിലേക്ക്. മേനോന്റെ സാമ്രാജ്യത്തിന്റെ ഓരോ കള്ളത്തരങ്ങളും തെളിവ് സഹിതം എത്തിച്ചേർന്നു. മേനോന്റെ ഫോൺ നിർത്താതെ ശബ്ദിക്കാൻ തുടങ്ങി. അയാൾ പണം നൽകി സംരക്ഷിച്ചിരുന്ന രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ എല്ലാവരും ഭയന്ന് വിറച്ചു വിളിക്കുകയായിരുന്നു. അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടു. അയാളുടെ കമ്പനികളുടെ ഓഹരികൾ കൂപ്പുകുത്തി. മിനിറ്റുകൾക്കുള്ളിൽ പതിറ്റാണ്ടുകൾ കൊണ്ട് അയാൾ പടുത്തുയർത്തിയ സാമ്രാജ്യം അയാളുടെ കൺമുന്നിൽ തകർന്നടിയുന്നത് അയാൾ കണ്ടു. അയാളുടെ മുഖത്തെ അഹങ്കാരം മാഞ്ഞു, പകരം ഭയവും നിസ്സഹായതയും നിറഞ്ഞു. ACP സക്കറിയയും പോലീസും മിന്നൽ വേഗത്തിൽ അങ്ങോട്ട് പാഞ്ഞെത്തി. അവർ കണ്ടത് തകർന്ന് തരിപ്പണമായി നിലത്തിരിക്കുന്ന മേനോനെയും അയാളുടെ നെറ്റിയിൽ തോക്കു ചൂണ്ടി നിൽക്കുന്ന ആനന്ദിനെയുമാണ്. ആനന്ദ്, വേണ്ട, സക്കറിയ അലറി. നിന്റെ യുദ്ധം കഴിഞ്ഞു. നീ ജയിച്ചു. നിയമം അതിന്റെ വഴിക്ക് പോകും. അവനെ കൊന്ന് നീ ഒരു കൊലയാളി ആകരുത്. ആനന്ദിന്റെ വിരലുകൾ കാഞ്ചിയിൽ മുറുകി. അവന്റെ മനസ്സിൽ അച്ഛന്റെയും അമ്മയുടെയും എരിയുന്ന രൂപം തെളിഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന പകയും വേദനയും ഒരുമിച്ച് പുറത്തേക്ക് വരാൻ വെമ്പി. പക്ഷെ സക്കറിയയുടെ വാക്കുകൾ അവന്റെ കാതിൽ മുഴങ്ങി. നിന്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് ഇതായിരിക്കില്ല. അവൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. അവൻ തോക്ക് താഴ്ത്തി. പ്രതികാരം കൊലപാതകമല്ല, നീതി നടപ്പാക്കലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മേനോനെ ജീവനോടെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അവൻ തോക്ക് നിലത്തേക്കിട്ടു. പോലീസുകാർ മുന്നോട്ടു വരുന്നതിന് മുൻപ് ഒരു നിഴൽ പോലെ അവൻ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷം രാജേന്ദ്ര മേനോനും അയാളുടെ ശൃംഖലയിലെ എല്ലാവരും അഴിക്കുള്ളിലായി. അതൊരു ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി കേസായി മാറി. റിട്ടയേർഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ തന്റെ വീട്ടിലിരുന്ന് പത്രം വായിച്ച് പുഞ്ചിരിച്ചു. ACP സക്കറിയ തന്റെ ഓഫീസിലെ അഗ്നി എന്നു പേരിട്ട ഫയൽ അടച്ചുവെച്ച് ഒരു പുതിയ കേസിന്റെ ഫയൽ തുറന്നു. ദൂരെ ഹിമാലയത്തിലെ ഏതോ ഒരു ആശ്രമത്തിൽ സൂര്യോദയം നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് പ്രതികാരത്തിന്റെ തീയായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ശാന്തതയായിരുന്നു. ആനന്ദിന്റെ ഉള്ളിലെ അഗ്നി എരിഞ്ഞടങ്ങിയിരുന്നു. ആ ചാരത്തിൽ നിന്ന് അവൻ പുതിയൊരു മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു.